ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പര. നമ്മൾ അദ്വൈത ദീപികയിൽ ഒന്നാമത്തെ ശ്ലോകമാണ് ഇന്നലെ സാമാന്യമായി ചിന്തിച്ചത്. ഇന്ന് രണ്ടാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാം ശ്ലോകത്തിൽ പേരായിരം പ്രതിഭയായിരമിങ്ങിവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഓരായികിൽ നേരിത് കിനാവുണരും വരയ്ക്കും നേരാമുണർന്നളവുണർന്നവനാമശേഷം. നാമരൂപാത്മകമായി ആയിരം രൂപ നാമഭാവങ്ങളിൽ വിഭക്തമായ പ്രപഞ്ചം, എണ്ണമറ്റ ഈ പ്രപഞ്ചം എങ്ങനെയുള്ളതാണ്? എല്ലാം വിഷയമയമാണ്, ശബ്ദസ്പർശ രൂപരസഗന്ധാത്മകമാണ്. അങ്ങനെ നമ്മളാൽ അനുഭവിക്കപ്പെടുന്ന ഈ പ്രപഞ്ചം ഓരായികിൽ നേരിത്, വിചാരം ചെയ്യാത്ത പക്ഷം ഈ കാണുന്നതൊക്കെ നേര് തന്നെയാണ്. അല്പം വിചാരം ചെയ്താൽ നമുക്ക് മനസ്സിലാവും, നമ്മൾക്ക് അനുഭൂതമാകുന്ന പ്രപഞ്ചം അതിന് കേവലം വ്യാവഹാരിക തലത്തിൽ മാത്രമേ സത്യത്വമുള്ളൂ എന്ന്. നമ്മൾ മുമ്പിൽ കാണുന്ന ഏത് വസ്തുവിനെ നിരൂപണം ചെയ്താലും, എൻ്റെ മുമ്പിൽ നിശ്ചലമെന്ന് ഞാൻ കാണുന്ന വസ്തു, ഇപ്പൊ ഈ മൈക്രോഫോൺ ആവട്ടെ, ഇത് നിശ്ചലമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിരന്തരമായ അചിന്ത്യമായ വേഗതയിലുള്ള ചലനങ്ങളുടെ സമാഹാരമാണ് ഈ നിശ്ചലാവസ്ഥ. ഓരോ അണുകണത്തിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അത്ഭുതകരമായ ചലനമാണ്. നമ്മൾ ഇന്ന് അചലം എന്ന് പറയുന്ന ഓരോന്നും നിരന്തര ചലനത്തിൻ്റെ ഒരു ഭാവം മാത്രമാണ്. ഇനി അടുത്ത മറ്റൊരു ദൃഷ്ടിയിൽ നോക്കിയാൽ, നിരന്തരം ചലിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ഏതിനെ എടുത്താലും ആ ചലനം മുഴുവൻ ആപേക്ഷികമാണ്. നിരപേക്ഷമായി ചലനം എന്നൊന്നില്ല. അപ്പം ഏതാ ശരി? ചലിക്കുന്നു എന്നുള്ളതാണോ ചലിക്കുന്നില്ല എന്നുള്ളതാണോ? തദ്ദേജതി തന്നൈജതി, അത് ചലിക്കുന്നു, അത് ചലിക്കുന്നില്ല, രണ്ടും ശരിയാണ്. ഇതുപോലെയാണ് എല്ലാം. നമ്മൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന 5 വിഷയങ്ങളായി തിരിച്ച് ഓരോ കരണത്തെ കൊണ്ട് നമ്മൾ അറിയുന്നതും നിരൂപണം ചെയ്താൽ മനസ്സിലാവും, ആ ദേശത്ത്, ആ കാലത്ത്, ആ നിശ്ചിത സന്ദർഭത്തിൽ മാത്രമാണ് അതിന് അസ്തിത്വം, അല്ലാതില്ല. ഇപ്പം ഇവിടെ നമ്മൾ പറയുന്ന ഓരോ ശബ്ദവും നിങ്ങൾ കേൾക്കുന്നു. ഈ ചിദാനന്ദപുരസ്വാമിയുടെ ശബ്ദം പരിചയമുള്ളവർക്ക് കേൾക്കുന്ന മാത്രയിൽ മനസ്സിലാവും ഇത് ചിദാനന്ദപുരസ്വാമിയുടെ ശബ്ദമാണ്. രൂപം കാണേണ്ട ആവശ്യമില്ല. ഈ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ അയാളുടെ രൂപം നമ്മുടെ മനസ്സിൽ വരും, ശരിയാണ്. പക്ഷേ ഈ ശബ്ദം എന്നുള്ളത് എത്ര ആപേക്ഷികമാണ്. ഇതിലെ ശബ്ദബീജികളുടെ പ്രവേഗം ഒരല്പം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ശബ്ദം തീർത്തും മാറും. അത് പെട്ടെന്ന് സ്ത്രീ ശബ്ദമായി, പിന്നെ വീണ്ടും വീണ്ടും അത് ഘനീഭവിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത ഒന്നായി മാറും.
അതിൻ്റെ തന്നെ പ്രവേഗം അല്പം കുറച്ചു കഴിഞ്ഞാലോ, കുറച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ പരിപരുത്ത ശബ്ദമായി പതുക്കെ ഇല്ലാതാവും, വിലയിക്കും. നമുക്ക് തന്നെ ഏതൊരു വ്യക്തിക്കും ഇത് ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം റെക്കോർഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് വലിച്ചു നീട്ടുകയോ ചുരുക്കുകയോ ചെയ്താൽ ഈ പറഞ്ഞത് മനസ്സിലാവും. എന്തിനു ചുരുക്കുന്നു? വേഗതയിൽ അല്പം മാറ്റം വരുത്തിയാൽ മതി. അത് റീപ്ലേ ചെയ്യുന്നതിൽ അല്പം മാറ്റം വരുത്തിയാൽ മതി, വേഗതയിൽ തീർത്തും മാറുക ഈ ശബ്ദം. ഇതുപോലെ തന്നെയാണ് രൂപത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പം നമ്മളാൽ അനുഭവിക്കപ്പെടുന്ന ഈ പ്രപഞ്ചം എന്നുള്ളത് ഈ ദേശത്തിൽ ഈ കാലത്തിൽ ഇങ്ങനെയാണെന്നേ പറയാൻ പറ്റൂ. പ്രമാണ നിരൂപണം ചെയ്യുമ്പോൾ എന്ത് മനസ്സിലായി? ഇത് വ്യവഹാരതലത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. ഏതുപോലെ കിനാവ് ഉണരുന്നത് വരെ കിനാവുണ്ട്. കിനാവിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നവും സ്വപ്ന ദൃശ്യവും സ്വപ്ന ദ്രഷ്ടാവും ഞാൻ തന്നെയാണ്. എൻ്റെ ശത്രുവായും മിത്രമായും സുഖമായും ദുഃഖമായും എന്ന് വേണ്ട, സ്വപ്നത്തിലെ എല്ലാ അനുഭവ വിശേഷങ്ങളുമായും തീർന്നത് ഞാൻ ഏകനാണ്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു സ്വപ്നത്തിലും, ഈ സംസാരമാകുന്ന സ്വപ്നത്തിലും. ഇപ്പോൾ ഇങ്ങനെയെന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഇതാണ് വസ്തുത. ഇത് പറഞ്ഞ ശേഷം പറയുകയാണ്, നേരല്ല ദൃശ്യമിതു ദൃക്കിന നീക്കി നോക്കിൽ, വേറല്ല വിശ്വമറിവാം മരുവിൽ പ്രവാഹം, കാര്യത്തിൽ നിൽപ്പതിഹ കാരണസത്തയന്യേ, വേറല്ല വീശിയിലിരിപ്പതു വാരിയത്രേ. നേരല്ല ദൃശ്യമിതു ദൃക്കിന നീക്കി നോക്കിൽ, വേറല്ല വിശ്വമറിവാം മരുവിൽ പ്രവാഹം, കാര്യത്തിൽ നിൽപ്പതിഹ കാരണസത്തയന്യേ, വേറല്ല വീചിയിലിരിപ്പതു വാരിയത്രേ. നേരല്ല ദൃശ്യം ഇത് ദൃക്കിനെ നീക്കി നോക്കിൽ. നമുക്ക് അനുഭവിക്കുന്ന ഞാനും അനുഭവിക്കപ്പെടുന്ന ഈ പ്രപഞ്ചവും അനുഭവം എന്ന് പറഞ്ഞ പ്രക്രിയയും ഇതാണല്ലോ ത്രിപുടി. കാണുന്ന ഞാൻ, കാണപ്പെടുന്ന വിശ്വം, കാഴ്ച എന്നത്, കേൾക്കുന്ന ഞാൻ, കേൾക്കപ്പെടുന്നത്, കേൾവി എന്നത്. ഈ ത്രിപുടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഈ സമ്പൂർണമായ വസ്തുജാലങ്ങളെയും നമുക്ക് രണ്ട് വിഭാഗത്തിൽ പിരിക്കാം. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ലളിതമായി പറഞ്ഞു തരും, ദൃഗ്ദൃശ്യൗ ദ്വൗ പദാർത്ഥൗ സ്തഃ. ദൃക്കും ദൃശ്യവും എന്നിങ്ങനെ രണ്ട് പദാർത്ഥങ്ങളാണുള്ളത്, കാണുന്ന ഞാനും കാണപ്പെടുന്നതും, അനുഭവിക്കുന്ന ഞാനും അനുഭവിക്കപ്പെടുന്നതും, കേൾക്കുന്ന ഞാനും കേൾക്കപ്പെടുന്നതും. രണ്ടേ ഉള്ളൂ, മൂന്നാമതൊരു പദാർത്ഥം ഇല്ല. ഇത് ഈ ദൃക്ക് ദൃശ്യം എന്നിവ രണ്ടും ആപേക്ഷികമാണ്. ആദ്യഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണ്, ഈ ദൃക്കിൻ്റെ അപേക്ഷയിലാണ് ദൃശ്യം. കാണുന്ന ഞാനുള്ളത് കൊണ്ട് കാണപ്പെടുന്നതുണ്ട്, ശരിയാണ്. ഞാനില്ലെങ്കിൽ എന്നാൽ കാണപ്പെടുന്നതൊന്നുമില്ല, ശരിയാണ്. ഇനി തിരിച്ചു ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കാഴ്ചയുടെ അപേക്ഷയിലല്ലേ എന്നെ കാണുന്നവൻ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ കാണുന്നവൻ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കാണുന്നവൻ എന്ന ഭാവം എന്നിലുണ്ടാവുന്നത് കാണപ്പെടുന്നതിൻ്റെ അപേക്ഷയിലാണ്. കാണപ്പെടുന്നത് എന്ന് ഒരു ദൃശ്യം രൂപം തീരുന്നത് കാണുന്ന എൻ്റെ അപേക്ഷയിലാണ്. ഇവ രണ്ടും പരസ്പര അപേക്ഷിതങ്ങളാണ്.
നിരപേക്ഷമായിട്ട് ദൃശ്യവുമില്ല, എനിക്ക് ദൃക്കെന്ന ഭാവവും ഇല്ല, രണ്ടുമില്ല. എന്നാൽ ഈ രണ്ടും പരസ്പര അപേക്ഷിതമാണ്, അതിൽ സംശയമില്ല. എന്നാൽ ഈ രണ്ടിൽ ഞാനാകുന്ന ദൃക്ക് ദൃശ്യമില്ലെങ്കിലും ഉണ്ട് എന്നാണ്. എനിക്ക് ദൃക്ക് എന്നുള്ള ഭാവമില്ല. മനസ്സിലായില്ല? എനിക്ക് ദൃക്ക് എന്നുള്ള ഭാവമില്ല. ദൃക്ക് എന്നുള്ള ഭാവം ഉണ്ടാവണമെങ്കിൽ ദൃശ്യാപേക്ഷയില്ല. പക്ഷേ ദൃശ്യമില്ലെങ്കിലും ഞാനുണ്ട്. ആ ഞാനിന് ദൃക്കെന്ന് പറയില്ല. ഞാൻ അത്രേ പറയൂ. ഞാൻ ദൃക്കാവുന്നതിന് മുമ്പും ഞാനുണ്ട്, ദൃക്കായിരിക്കുമ്പോഴും ഞാനുണ്ട്, ദൃക്കല്ലാതായാലും ഞാനുണ്ട്. ഈ ഞാനാണല്ലോ ദൃക്കാവുന്നത്. അതുകൊണ്ട് ഗുരുദേവൻ പറയുകയാണ്, ഈ ദൃശ്യം ദൃക്കിനെ നീക്കി നോക്കിൽ നേരല്ല. കാണുന്ന തൻ്റെ അപേക്ഷയില്ലെങ്കിൽ ഈ ദൃശ്യമില്ല, നേരല്ല. നേരായിട്ടുള്ളതായിട്ടെല്ലാം ഭാസിക്കുന്നുണ്ട് ഇത്. പക്ഷെ ഈ പ്രപഞ്ചം മുഴുവൻ ഭാസിക്കുന്നത് ഞാനാകുന്ന ദൃക്കിൻ്റെ അപേക്ഷയിലാണ്. ദീർഘകാലം കോഴിക്കോട് ജീവിച്ചിരുന്ന വലിയ വേദാന്തിയായിരുന്ന കുഞ്ഞുണ്ണി മാഷ് വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നു, ഈ ഞാൻ ഇങ്ങനെയല്ലാതായാൽ ഈ ബ്രഹ്മാണ്ടവും ഇങ്ങനെയല്ലാതായിടും. അമ്പട ഞാനേ ആലോചിച്ചു. എന്താ ഞാൻ്റെ മഹത്വം? ആരാ ഞാൻ ചില്ലറക്കാരനാ? എൻ്റെ മഹിമ എത്രയാണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കി പ്രകാശിപ്പിക്കുന്നത് ഞാനല്ലേ? ആണ് അമ്പട ഞാനേ. അപ്പൊ ദൃക് സ്വരൂപത്തെ മാറ്റിയാൽ ദൃശ്യമില്ല, ദൃശ്യത്തിന് സത്യത്വം ഇല്ല. ദൃശ്യമോ? ദൃശ്യം തത്കാലത്തിൽ മാത്രമേ ഉള്ളൂ, തദ്ദേശത്തിൽ മാത്രമേ ഉള്ളൂ. അത് നേരത്തെ പറഞ്ഞു, 1-ാം ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. എന്നാൽ ദൃക്കോ? ദൃക്ക് 3 കാലത്തിലുണ്ട്. പക്ഷേ ദൃക്ക് എന്നുള്ള ഭാവം അവിടെ ഇല്ല. അപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ സകല അനുഭവങ്ങളെയും ഞാൻ സാക്ഷിഭാവത്തിൽ നോക്കി കാണുന്നു എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. നല്ലതാണ്. ഒന്നിലും കുടുങ്ങാണ്ട്, യാതൊന്നിലും കുടുങ്ങാതെ എല്ലാത്തിനെയും സാക്ഷിയായി നോക്കി കാണാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം സുഖമാണ്. അയാൾക്ക് സുഖമേ ഉള്ളൂ, അയാൾക്ക് ദുഃഖം ഉണ്ടാവില്ല, ഉറപ്പ്. പക്ഷേ ആ സാക്ഷിഭാവവും പരമാർത്ഥാണോ? അല്ല. ഈക്ഷണം ചെയ്യപ്പെടുന്ന കാണപ്പെടുന്ന വസ്തുവിൻ്റെ അപേക്ഷയിലാണ് സാക്ഷിഭാവം. അതിന് ഉപരിയുള്ള തലത്തിൽ സാക്ഷിഭാവവും ഇല്ല. അപ്പൊ നേരല്ല ദൃശ്യം, ഇത് ദൃക്കിനെ നീക്കി നോക്കിൽ വേറല്ല. വിശ്വം അറിവാം മരുവിൽ പ്രവാഹം. അറിവാം മരുവിൽ വിശ്വം പ്രവാഹം. അറിവാകുന്ന ജ്ഞാനമാകുന്ന മരുവിൽ, മരുഭൂമിയിൽ പ്രവാഹ സദൃശമാണ് ഈ വിശ്വം. ഇത് വേദാന്ത വിദ്യാർത്ഥികൾക്ക് വളരെ പരിചിതമായ മരീചിക ദൃഷ്ടാന്തമാണ്. ആചാര്യന്മാർ എപ്പോഴും ഈ പരിചിതങ്ങളായ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് പറയുക. ഇപ്പോൾ ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളും ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളൊക്കെ പഠിക്കുമ്പോൾ ഈ പാമ്പും കയറും കേട്ട് കേട്ട് മടുക്കും. ഗുരുദേവൻ്റെ കൃതിയിൽ എത്രയോളം ആത്മോപദേശത്തിലൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞാൽ തന്നെ പറയും, ഒരു മടിയില്ല. എന്താ കാരണം വെച്ചാൽ ഈ പരിചിതമായ ദൃഷ്ടാന്തം പറയുമ്പോൾ നമുക്ക് കേൾക്കണ മാത്രയിൽ പിടികിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പരിചിതമായത് തന്നെ പറയണത്. മരുവിൽ പ്രവാഹം, മരുഭൂമിയിൽ ജലപ്രവാഹം പോലെ. മരുഭൂമിയിൽ ജലപ്രവാഹം ഇല്ല, നല്ല പരന്ന് കിടക്കുന്ന മണൽത്തിട്ടാണ്. പക്ഷേ അവിടെ നല്ല വെയിലുള്ള സമയത്ത് ദൂരേന്ന് നോക്കുമ്പോൾ വെള്ളം ഓളം വെട്ടി പോകുന്നത് കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഇത് കാണാൻ ആരും മരുഭൂമി തേടി പോകുമൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ റോഡുകളൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിക്കും ഗഡ്കരിക്കും എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് മരുഭൂമി പോവാനുള്ള ചെലവ് ഗവൺമെൻറ് കൊടുത്താൽ മതി. ഇവിടുന്ന് തന്നെ കാണാം നമുക്ക്. റോഡ് നന്നായതിനു ശേഷമാണല്ലോ.
ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വന്നതിന് ശേഷമാണല്ലോ ഇവിടെ റോഡൊക്കെ ഒന്ന് നേരെയായത്. നമുക്ക് അനുഭവമുള്ള വിഷയമാണ്. അവിടെ ഉച്ച കഴിഞ്ഞ സമയത്ത് റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഓളം വെട്ടുന്നത് കാണാം. പോരാ, മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ ശരിക്ക് പ്രതിഫലിച്ചു കാണും. അപ്പോൾ അവിടെ വെള്ളമുണ്ടോ? ഇല്ല. ഇല്ലേ? ഉണ്ടല്ലോ, ഞാൻ കാണുന്നുണ്ടല്ലോ. കാണുന്നത് വിശ്വസിക്കണ്ടേ? അപ്പൊ എന്താ കാണുന്നത്? വെള്ളമുണ്ട്. 2, വെള്ളത്തിൽ മുമ്പിൽ പോകുന്ന വാഹനത്തിന്റെ പ്രതിഫലനം അടക്കമുണ്ട്. ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ അധികാരം ഇല്ല. ഞാൻ കാണുന്നുണ്ട്. എന്നാൽ അവിടെ വെള്ളമുണ്ടോ? ഇല്ല. ഈ റോഡ് ശരിക്ക് തഴക്കം വരുന്നത് വരെ അറിയാതെ കാല് ബ്രേക്കിലേക്ക് പോകും. വലിയ പ്രശ്നമാണ്. അറിയാതെ ബ്രേക്ക് ഒന്ന് കൊടുത്തു പോകും. കാരണം വെള്ളമുണ്ട് തൊട്ട് മുമ്പിൽ. അയ്യേ തോന്നലാന്ന് പറഞ്ഞ് ആരെങ്കിലും മനസ്സിലാക്കിയോ ഞാൻ ബ്രേക്കിൽ കാല് വെച്ചത്? ഇല്ല. റിലീസ് ചെയ്തു. വീണ്ടും കാണും. ഇതാണ് മൃഗതൃഷ്ണിക, മരുമരീചിക എന്നൊക്കെ പറയുന്നത്. മരുഭൂമിയിൽ ഇല്ലാത്ത വെള്ളം ഉണ്ടെന്ന് കാണപ്പെടുന്നതാണ്. ഇതിന് തന്നെ വേദാന്ത ശാസ്ത്രങ്ങളിൽ മൃഗതൃഷ്ണിക എന്നൊക്കെ പറയും. കാരണം ഈ മരുഭൂമിയിൽ മാനുകൾ അവിടെ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മൃഗം വെച്ചാൽ മാന്, അവിടെ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ച് കുടിക്കാൻ വേണ്ടി ഓടും. അങ്ങനെ ഓടി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ മനസ്സിലായി വെള്ളമില്ല എന്ന്. അപ്പൊ അത്രയും ദൂരെ വെള്ളം കാണും. അപ്പൊ അത്രയും ഓടും. അപ്പൊ അത്രയും ദൂരെ കാണും, അത്രയും ഓടും. അവസാനം അപ്പോഴത്തേക്ക് കാറ്റ് വന്നിട്ടുണ്ടാവും. ഈ മണൽത്തിട്ടൊക്കെ നികന്നു പോയിട്ടുണ്ടാവും. അവർക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയില്ല. അവിടെ തന്നെ കിടന്ന് ചാവും. അതാണ് ഈ മൃഗതൃഷ്ണിക. അപ്പൊ അവിടെ വെള്ളം കാണുന്നില്ലേ? കാണുന്നുണ്ട്. വെള്ളമുണ്ടോ? ഇല്ല. ഇതുപോലെ മരുവിൽ പ്രവാഹമാണ് ഈ പ്രപഞ്ചം. എവിടെ? ബോധത്തിൽ, അറിവിൽ, ജ്ഞാനമാകുന്ന സ്വരൂപത്തിൽ. ഇപ്പൊ സർവാധിഷ്ഠാനമായ ഉണ്മയിൽ. ആ സർവാധിഷ്ഠാനമായ ഉണ്മയ്ക്കാണ് ബ്രഹ്മമെന്നും പരമാത്മാവെന്നും പല പേരുകൾ ശാസ്ത്രത്തിൽ പറഞ്ഞത്. എന്താണ് ബ്രഹ്മലക്ഷണമായിട്ട് പറയുന്നത്? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്. എല്ലാ കാലത്തിലും അധിഷ്ഠാനമായി നിലകൊള്ളുന്നത് എന്തോ അത് സത്ത്. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ എല്ലാത്തിനും ഉണ്മയെ നൽകിക്കൊണ്ട് യാതൊരു അസ്തിത്വം മാത്രമാണോ അതിന് പറയുന്ന പേരാണ് സത്ത്. എന്താണ് സത്ത്? ഉടനെ പറഞ്ഞു അത് ബോധമാണ്, ജ്ഞാനമാണ്, കേവല ജ്ഞാനം. എന്താണ് കേവലജ്ഞാനം? ഉടനെ പറഞ്ഞു ആനന്ദമാണ്, അനന്തമാണ്. 2 ശബ്ദമുണ്ട്. അനന്തം എന്ന് പറഞ്ഞാൽ ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും പരിമിതി ഇല്ലാത്തത്. ആനന്ദം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ സുഖം, നിരതിശയമായ സുഖം. ഈ ശബ്ദങ്ങളെ കൊണ്ടാണ് വേദാന്തം അഥവാ വേദം ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നത്. ആ ബ്രഹ്മനിർദ്ദേശകമായ ശബ്ദം തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വേറെല്ല വിശ്വം അറിവാം മരുവിൽ പ്രവാഹം. അറിവ്, ബോധം, ജ്ഞാനമാകുന്ന മരുവിൽ, അടിസ്ഥാനത്തിൽ പ്രവാഹം പോലെയുള്ളതാണ് ഈ വിശ്വം. അവിടെ പ്രവാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മരുവുണ്ട്. ജലപ്രവാഹം കാണപ്പെട്ടാലും കാണപ്പെട്ടില്ലെങ്കിലും മരുഭൂമിയുണ്ട്. ഇതുപോലെ ഈ പ്രപഞ്ചം ഭാഷിക്കപ്പെട്ടാലും ഭാഷിക്കപ്പെട്ടില്ലെങ്കിലും അടിസ്ഥാനമായ സത്യമുണ്ട്. ആ സത്യത്തെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അതാണ് വിനാശമവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹതി. നശിക്കാത്ത കേവലമായ സത്യത്തെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് അസ്തിത്വം ഇല്ലായിരുന്നെങ്കിലോ എന്നൊരു ചോദ്യം വരുന്നില്ല. മനസ്സിലായില്ല? ഈ അസ്തിത്വം ഇല്ലായിരുന്നെങ്കിലോ എന്നൊരു ചോദ്യം വരുന്നില്ല. കാരണം എന്താ? അസ്തിത്വം ഇല്ലാത്ത അവസ്ഥ ഇല്ല, ഉണ്ട്, സദാ ഉണ്ട്. അതുകൊണ്ട് ഉപനിഷത്ത് പറയും സദേവ സൗമ്യേതമഗ്ര ആസീത് ഏകമേവാദ്വിതീയം. ഹേ സൗമ്യ,
അല്ലയോ പ്രിയദർശന? ഈ നാമരൂപാത്മകമായ സകലത്തിൻ്റെയും അഭിവ്യക്തിക്ക് മുമ്പ് സത്യമായി ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പോഴും അത് തന്നെയുള്ളൂ കേട്ടോ. പിന്നെന്താ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ പലതും ഉണ്ടെന്ന് തോന്നുകയാണ്. ഈ പലതുണ്ടെന്ന് തോന്നപ്പെടുമ്പോഴും വസ്തു നിരൂപണം ചെയ്താൽ ഏകമാണ്. ഏകമായ അദ്വയമായ വസ്തു പല രൂപഭാവങ്ങളിൽ പ്രകടമാകുന്നു. ഇതാണ് സത്യം. അതുകൊണ്ട് പറയുകയാണ്, വിശ്വം, ഈ പ്രപഞ്ചം മുഴുവൻ, ഈ സംസാരം മുഴുവൻ അറിവാം മരുവിൽ പ്രവാഹം. അറിവാകുന്ന മരുവിൽ പ്രവാഹ സദൃശമായി കാണപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നത് മാത്രമാണ്. കേവല പ്രതീതിയാണ് ഈ പ്രപഞ്ചവും ഈ സംസാരവും അതിലെ ബന്ധങ്ങളും സ്വന്തങ്ങളും എൻ്റെതും നിൻ്റെതും സുഖവും ദുഃഖവും എല്ലാം. അപ്പൊ അതൊന്നും ഇല്ല എന്നാണോ പറയണത്? ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. മരുവിൽ പ്രവാഹം പോലെ ഇതൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കൂ, നമ്മുടെ ജീവിത അനുഭവങ്ങൾ, സുഖം ദുഃഖം ഇല്ലേ? അല്ലെങ്കിൽ വേണ്ടില്ല മാനം അപമാനം, അല്ലെങ്കിൽ വേണ്ടില്ല ശീതം ഉഷ്ണം ഇല്ലേ? സ്തുതി നിന്ദ, പൂജ പരിഭവം. അങ്ങനെ നമ്മൾ ദ്വന്ദ്വങ്ങൾ, ഈ ദ്വന്ദ്വങ്ങളിലാണല്ലോ നമ്മൾ കഴിയണത്. ഈ ദ്വന്ദ്വങ്ങൾ ഉണ്ടോ ഇല്ലയോ? എന്താ അഭിപ്രായം? ദ്വന്ദ്വങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ അനുഭവമാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്. അപ്പൊ ചോദിക്കുകയാണ് ഉണ്ടോ എന്ന് ചോദിച്ചാലോ? എന്താ അഭിപ്രായം? ഈ കൂട്ടത്തിൽ ആർക്ക് സുഖം ദുഃഖം എന്നിവയ്ക്ക് ഒരു നിയതഭാവം പറയാൻ പറ്റും? സുഖത്തിന്റെ ലക്ഷണം പറയാം. അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം എന്നൊക്കെ പറയാം. അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം. ശരിയാണ്, ആ ലക്ഷണം ശരിയാ, ഒരു മാറ്റം അതിലില്ല. പക്ഷേ ഏതെങ്കിലും ഒരു അനുഭവത്തെ സുഖമെന്നോ ദുഃഖമെന്നോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ. ഇന്നത് സുഖമാണ്, ശരിയാണ്, ഈ ദേശത്തിൽ ഈ കാലത്തിൽ ഇപ്പോൾ സുഖാണെന്ന് പറയാം. അല്ലാതെ സുഖാന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു വളരെ ചെറിയൊരു വീഡിയോ കാണാനിടയായി. ആരോ അയച്ചു തന്നതാ, വേണമെങ്കിൽ എവിടെയെങ്കിലും ദൃഷ്ടാന്തം പറഞ്ഞോളൂ എന്ന് വിചാരിച്ചിട്ട് അയച്ചു തന്നതാവും. അതായത് ഏത് രാജ്യത്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഭാരതത്തിലല്ല. ഒരു വലിയ മൃഗശാലയുടെ വലിയൊരു ഭിത്തിയുടെ മുകളിൽ ഒരാൾ വലിഞ്ഞ് കയറുകയാണ്. അപ്പോൾ കാണുന്നവരൊക്കെ അയാളെ ഇങ്ങനെ വളരെ അത്ഭുതത്തോടെ ആദരവോടുകൂടി എന്തൊരു ധീരൻ എന്നുള്ള മട്ടില് നോക്കുന്നുണ്ട്. ഇയാളതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ്. ഉരുണ്ട് പറഞ്ഞ് അപ്പുറത്തേക്ക് വീണു. ഉടനെ സിംഹം ഓടി വന്ന് ചാപ്പിട്ടു. ഇതാണ് സംഗതി, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ചോദ്യം, അള്ളിപ്പിടിച്ച് അതിൻ്റെ മുകളിൽ കയറി, ആ ഭിത്തിയുടെ മുകളിൽ കയറി ഇങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തായിരിക്കും? സുഖാണ്. എല്ലാവരുടെയും ആരാധനയ്ക്ക് ഞാൻ പാത്രമാവുന്നു. അതെ, കഷ്ടകാലത്തിന് ബാലൻസ് തെറ്റി വീണതകത്തേക്കാ. ഉടനെ സിംഹത്തിന് ശാപ്പാടായി. ഓടി വന്നു രണ്ടാൾക്കാർ കടിച്ച് അവരുടെ മാളത്തിലേക്ക് ഗുഹയിലേക്ക് കൊണ്ടുപോയി. എന്താ ചെയ്യാൻ പറ്റുക? അപ്പം എന്തായിരിക്കും ആ നിമിഷങ്ങളിൽ? കുറച്ചു നേരം കഴിഞ്ഞിട്ടില്ല, ഈ സിംഹത്തിന് ഒരു വിശേഷമുണ്ട്. അവർ പെട്ടെന്ന് അങ്ങോട്ട് കടിച്ച് കൊല്ലുമൊന്നുമില്ല. ഒക്കെ നോക്കി ഒരു കൈകൊണ്ട് അമർത്തി പിടിച്ച് കുറച്ചു നേരം ഒന്ന് നക്കി അങ്ങനെ കഴിക്കുള്ളൂ, അല്ലാണ്ട് കഴിക്കില്ല. കടുവയായാലും സിംഹമായാലും പുലിയായാലും ഒക്കെ കിട്ടിയത് അങ്ങനല്ലാണ്ട് കടിക്കൊന്നുമില്ല. ഒന്ന് കഴുത്തിനൊന്ന് കടിച്ച് കൊന്നിട്ടിട്ട് ഏകദേശം അനങ്ങാൻ വയ്യാന്ന അവസ്ഥയെത്തി അവിടെ നിന്ന് ഒന്ന് ആസ്വദിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് നമ്മളെ പോലെ വാരി വലിച്ചു മുടുങ്ങൊന്നുമില്ല. അവർ വളരെ പതുക്കെ കഴിക്കുള്ളൂ. പ്രാണാഹുതികളൊക്കെ കൊടുത്ത് ദഹനരസങ്ങളൊക്കെ ശരിക്കും പുറപ്പെടുവിച്ചിട്ടേ അവർ കഴിക്കുള്ളൂ. എന്തായിരിക്കും അയാളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഒരു നിമിഷം മുമ്പ് സുഖം, ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ എന്തായി? ഭയം, സന്ത്രാസം, ദുഃഖം ഒക്കെയാണ്. ഇതുപോലെയാണ് നമ്മുടെ എല്ലാവരുടെ എല്ലാ അനുഭവവും. ഏതനുഭവം വേണ്ടോ നിരൂപണം ചെയ്തോളൂ.
ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സ്വാദ് നിരൂപണം ചെയ്തോളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുണ്ടായിട്ടുള്ള വേദന ആലോചിച്ചോളൂ, നല്ലത് ചീത്ത എന്ന് പറയുന്ന ഏത് വേണമെങ്കിലും ആലോചിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആലോചിക്കാം. എല്ലാം അപേക്ഷിക്കാമെന്ന് മനസ്സിലാവും. നിരപേക്ഷമായി സുഖവും ഇല്ല ദുഃഖവും ഇല്ല, മാനവും ഇല്ല അപമാനവും ഇല്ല, ശീതവും ഇല്ല ഉഷ്ണവും ഇല്ല, സ്തുതിയില്ല നിന്ദയില്ല. ഒരു 10 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ വേണ്ട 15 കൊല്ലം മുമ്പ് നമ്മളൊരു കോടീശ്വരനെ കൊണ്ട് പറയുകയാണ് അയാളുടെ കയ്യിൽ ഒരു പൈസ ഇല്ലാട്ടോ എന്ന് പറഞ്ഞാൽ അത് നിന്ദയല്ലായിരുന്നോ? ഒരു 10-15 വർഷം മുമ്പ് നമ്മളൊരു കോടീശ്വരനെ കൊണ്ട് പറയുകയാണ് അയാൾ വളരെ കോടീശ്വരനാണ്, കയ്യിലൊരു നയാ പൈസ ഇല്ലാട്ടോ എന്ന് പറഞ്ഞാൽ അയാൾ അപമാനിക്കലാണ്. ശരിയല്ലേ? ഇന്ന് വസ്തുതയാണ്, അയാളുടെ അടുത്തൊരു പൈസ ഉണ്ടാവില്ല, കറൻസി ആയിട്ട് ഉണ്ടാവില്ല അയാളുടെ അടുത്ത്. അതെ, എല്ലാം ഡിജിറ്റലായിട്ട് ഉള്ള വ്യവഹാരങ്ങളാണ് നടക്കുന്നത്. എനിക്ക് ഭിക്ഷാടനം ചെയ്യാനൊരു QR കോഡൊക്കെ ഉണ്ടാക്കിയാൽ തരക്കേടില്ല എന്ന് വിചാരിക്കേണ്ടതാണ്. കാരണം പൈസ ഇല്ല ആൾക്കാരുടെ അടുത്ത്. ഈ അനുഭവങ്ങളാകുന്ന ലോകം എന്ന് പറഞ്ഞാൽ ലോക്യത്തെ ദൃശ്യത്തെ അനുഭൂയത്തെ, അനുഭവിക്കപ്പെടുന്ന ലോകം. ഈ അനുഭവിക്കപ്പെടുന്നത് ആപേക്ഷികല്ലേ? അതെ, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ ബോധമാകുന്ന മരുവിൽ പ്രവാഹം പോലെ കേവലം വ്യാവഹാരികത മാത്രമേയുള്ളൂ ഈ പ്രപഞ്ചാനുഭവങ്ങൾക്ക്. ഒരു ദൃഷ്ടാന്തം പറയുകയാണ്. കാര്യത്തിൽ നിൽപ്പതിഹ കാരണസത്ത എന്നേ വേറല്ല. അപ്പൊ ഞാൻ ഒരു കാര്യപ്രപഞ്ചം എടുത്തു. കാര്യപ്രപഞ്ചം, ഈ കാര്യപ്രപഞ്ചം ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ വാസ്തവത്തിൽ അതെന്താണ്? എന്താണോ ആ കാര്യമായി ഭാസിക്കുന്നത് അതിൻ്റെ സത്തയാണത്. ഞാൻ ആഭരണം ഉണ്ട് എന്ന് പറയുമ്പോൾ, സ്വർണ്ണാഭരണമുണ്ട് എന്ന് പറയുമ്പോൾ, ആ ഉണ്ട് എന്നുള്ളത് എവിടുന്ന് വന്നു? അത് ആഭരണത്തിൻ്റെ അല്ല. എന്താ സ്വാമി ആഭരണം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതേ, സ്വർണ്ണാഭരണം ഉണ്ട് എന്ന് പറയുന്നിടത്ത് ഉണ്ട് എന്നുള്ളത് സ്വർണത്തിൻ്റെ ഉണ്ടെന്നുള്ളതാ, അല്ലാണ്ട് ആഭരണത്തിൻ്റെ അല്ല. കാരണം ആഭരണം എനിക്ക് മാറ്റാം, ഉരുക്കി വള എന്നുള്ളത് മോതിരാക്കാം, മാലയാക്കാം, പലതും ആക്കാം, ഒരു ഗോളമാക്കാം. പക്ഷേ സ്വർണം എന്നുള്ളത് മാറ്റാൻ എനിക്ക് കഴിയില്ല. അപ്പൊ സ്വർണം ഉണ്ട് എന്നുള്ള ഉണ്മയാണ് സ്വർണ്ണാഭരണം ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രകാശിക്കുന്നത്. അപ്പോ കാര്യാകാരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ വാസ്തവത്തിൽ ഒരു അസ്തിത്വം മാത്രമല്ലാതെ മറ്റൊന്നല്ല. കാര്യത്തിൽ നിൽപ്പതിഹ കാരണസത്ത എന്നേ വേറല്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കോടാനുകോടി നാമരൂപഭാവങ്ങളിൽ പ്രകടമായിരിക്കുന്ന പ്രപഞ്ചം ഒരടിസ്ഥാന സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയേ ഉള്ളൂ വേദാന്തം, ഇത്രയേ ഉള്ളൂ. ഏതുപോലെ എന്നാണെങ്കിൽ വീചിയിലിരിപ്പത് വാരിയത്രേ. വീചിയിലിരിപ്പത്, വീചി തിര, തിരയിലിരിക്കുന്നത് വെള്ളമാണ്. നമ്മൾ ഈ കൂട്ടത്തിൽ കടൽ കാണാത്ത ആരുമില്ല, എല്ലാവരും കടൽ കണ്ടവരാണ്. ശരി, കടലിൽ തിര കാണാത്തവരുണ്ടോ? എല്ലാവരും കടലിൽ തിര കണ്ടിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. കടലിൽ തിര, ശരിയോ തെറ്റോ? ചോദ്യം. ഞാൻ കടലിൽ തിര കണ്ടു. കടലിലെങ്ങനെ തിര കാണുക? കടലിൽ നിന്ന് ഭിന്നമാണോ തിര? അല്ല. കടലിൽ നിന്ന് ഭിന്നമായി തിരക്ക് അസ്തിത്വമുണ്ടോ? ഇല്ല. എന്താ തിര? തിര വെള്ളം ഒരു പ്രത്യേക ആകാരത്തിൽ ഇങ്ങനെ ഉയർന്നിങ്ങോട്ട് വരുന്നതാ, അത്രയാണ്. പരിശോധിച്ചപ്പോൾ എന്ത് മനസ്സിലായി? വെള്ളം തന്നെ. വെള്ളമല്ലാതെ ഒരു വസ്തു അതിലില്ല. വെള്ളം തന്നെയാണ്
തിരയായി കാണപ്പെട്ടത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു കടലിൽ ഞാൻ തിര കണ്ടു. എവിടെ കണ്ടു? സ്വാമി, വെള്ളം അങ്ങനെ പരന്ന് കിടക്കുകയാണ്, അതിൽ തിര അങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. പരിശോധിച്ചപ്പോൾ എന്ത് മനസ്സിലായി? അത് വെള്ളം തന്നെയാണെന്ന് മനസ്സിലായി. വെള്ളം ഒരു പ്രത്യേക ആകൃതിയിൽ രൂപപ്പെട്ടപ്പോൾ അത് തിരയാണെന്ന് പറയപ്പെട്ടു. ആ ആകൃതി ഇല്ലാതായപ്പോൾ വെള്ളം പോയോ? ഇല്ല, വെള്ളം അവിടെ തന്നെ ഉണ്ട്. തിര പോയോ? തിര പോയി. എവിടെ പോയി? വെള്ളത്തിൽ നിന്ന് പ്രകടമായി, വെള്ളം തന്നെയായി നിലനിന്നു. വെള്ളത്തിൽ വല്ല കൂടുതലും വന്നോ? ഇല്ല. കുറവ് വന്നോ? ഇല്ല. അപ്പൊ തിര ഇല്ല എന്ന് പറഞ്ഞേക്കരുത്. തിര ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റി. പലപ്പോഴും നമ്മൾ വേദാന്ത വിചാരത്തിൽ തിര ഇല്ല എന്ന് പറയും. അത് തെറ്റാണ്. കാരണം ഇപ്പൊ തിര ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാന്ന് വിചാരിച്ചു, അത് കേവലം വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാവില്ല. ആ തിര ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം. അപ്പൊ ഇല്ല എന്ന് പറയരുത്. എന്നാൽ വെള്ളത്തിൽ നിന്ന് ഭിന്നമായിട്ടില്ല എന്ന് പറയണം. ഇതുപോലെ അധിഷ്ഠാനമായ സത്യത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു വ്യാവഹാരിക തലവുമില്ല. അധിഷ്ഠാനമായ സത്യത്തിൽ നിന്ന് ഭിന്നമായി ഒരു പ്രാതിഭാസിക തലവുമില്ല. സത്യത്തിന് 3 ഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 1 പ്രാതിഭാസിക സത്യം, 2 വ്യാവഹാരിക സത്യം, 3 പാരമാർത്ഥിക സത്യം. ഇവയാണ് സത്യത്തിൻ്റെ 3 തലങ്ങൾ. വ്യാവഹാരിക സത്യം എന്ന് പറയുമ്പോൾ വ്യവഹാര തലത്തിൽ ഉള്ളത്, അതിൽ നിന്ന് വ്യവഹാരം സിദ്ധമാകുന്നുണ്ട്, വ്യവഹാര തലത്തിലുണ്ട്. ഉദാഹരണം നേരത്തെ പറഞ്ഞു, സ്വർണം, സ്വർണ്ണാഭരണം, വള, മാല, മോതിരം തുടങ്ങിയവയ്ക്കൊക്കെ വ്യാവഹാരിക സത്തയുണ്ട്, ഉണ്ടല്ലോ. അപ്പൊ വ്യവഹാരത്തിലുണ്ട്, അതിൽ നിന്ന് വ്യവഹാരം സിദ്ധമാകും. അതാണ് വ്യാവഹാരിക സത്യം. ഇനി പ്രാതിഭാസിക സത്യം വ്യവഹാരത്തിലില്ല, കേവലം പ്രതീതി മാത്രമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യവഹാരം സിദ്ധാവും, വ്യവഹാരം ഉണ്ടെന്ന് സിദ്ധാവും. എന്താ സ്വാമി, പ്രാതിഭാസിക സത്യത്തിൽ നിന്ന് വ്യവഹാരം സിദ്ധാവുമോ? ആവും. ഞാൻ മുറിയിൽ വാതിലടച്ച് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഒരു ആന വന്നു മുറിയിൽ. ആ ജനവാതിലിൻ്റെ ഉള്ളിൽ കൂടിയാണ് വന്നത്. വന്ന് എന്നെ ഒരു കുത്തും ഒരു ചവിട്ടും. അയ്യോ, ഞാൻ കരഞ്ഞ കരച്ചിലെന്താ, മൂത്രം ഒഴിച്ചു. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഉണർന്നപ്പോൾ ആന ഉണ്ടോ? ആന ഉണ്ടോ? ഇല്ല. മൂത്രം ഉണ്ടോ? ഉണ്ട്. കിടന്നെടുത്തൊക്കെ മൂത്രമുണ്ട്. ആരെങ്കിലും കണ്ടുവോ? ഇനി ആരെങ്കിലും കാണുന്നതിന് മുമ്പ് എങ്ങനെ അത് നീക്കം ചെയ്യാമെന്നാ പിന്നെ എൻ്റെ ചിന്ത. അപ്പോൾ പ്രാതിഭാസികമാണത്, അതില്ല, വ്യവഹാരത്തിലില്ല. ആനേനെ കൊണ്ടൊരു വ്യവഹാരത്തിലതില്ല. ആന കേവലം പ്രതീതി മാത്രമാണ്. പക്ഷേ വ്യവഹാരസിദ്ധി ഉണ്ടായോ? ഉണ്ടായി. അത്തരം സത്യങ്ങൾക്കാണ് പ്രാതിഭാസിക സത്യങ്ങൾ എന്ന് പറയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യാവഹാരിക സത്യമായാലും പ്രാതിഭാസിക സത്യമായാലും നിലനിൽക്കണമെങ്കിൽ അതിനൊരു അടിസ്ഥാനം വേണം. ആ അടിസ്ഥാനം പാരമാർത്ഥിക സത്യമാണ്. ഒരു പാരമാർത്ഥികമായ അടിത്തറ ഉണ്ടെങ്കിലേ ഈ രണ്ടും ഉണ്ടാവുള്ളൂ. ആ പാരമാർത്ഥികം ഞാനല്ലാതെ മറ്റാരുമല്ല. ആ ഞാനിൻ്റെ സ്വരൂപമാണ് ഉണ്മ. ആ ഞാനിൻ്റെ സ്വരൂപമാണ് ജ്ഞാനം. ആ ഞാനിൻ്റെ സ്വരൂപമാണ് ആനന്ദം. പക്ഷെ നമ്മളിത് മനസ്സിലാക്കാതെ വേറെ പലതുമായിട്ട് നമ്മളെ മനസ്സിലാക്കുകയാണ്. ഞാൻ എന്തൊക്കെയാണ്, ഏതൊക്കെ ഭാവങ്ങളാണ്, ഏതൊക്കെ കുപ്പായങ്ങളാണ് ഞാൻ ഓരോ ദിവസവും ഇടുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഏതെല്ലാം വ്യക്തിത്വ തലങ്ങളെ ഞാൻ എടുത്ത് അണിയുന്നു, അതിനനുസരിച്ച് വ്യവഹാരങ്ങളെ ചെയ്യുന്നു. അപ്പൊ ഒന്നും ചെയ്യണ്ടെന്നോ കുപ്പായം ഇടണ്ടെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷെ ഏത് വ്യവഹാരം ചെയ്യുമ്പോഴും ഏത് കുപ്പായം ഇടുമ്പോഴും ഞാനാന്ന് ഓർമ്മിച്ചാൽ നന്ന്. അതാണ് അറിഞ്ഞ് ജീവിക്കുക.
ചിലർ ചോദിക്കും, അങ്ങനെ അറിഞ്ഞാൽ പിന്നെ ജീവിതത്തിനൊരു സുഖമുണ്ടോ സ്വാമി? സംവിധായകൻ അഭിനയിക്കണ പോലെ, അത്രയേ ഉള്ളൂ. എന്താണ് ബാലചന്ദ്ര മേനോൻ അല്ലേ? കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നായകൻ ഒക്കെ ഒരാൾ തന്നെ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മറ്റുള്ളവർ അഭിനയിക്കുമ്പോൾ അവർക്കാർക്കും അറിയില്ല അടുത്ത രംഗം എന്താണ്, എങ്ങനെയാണ്, അതായത് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കണേ. പക്ഷെ ഇദ്ദേഹം അഭിനയിക്കുമ്പോഴോ അദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം തന്നെയാണ് സംവിധായകൻ. പിന്നെന്താ? ഇത്രയേ ഉള്ളൂ. ഈ മായാ നാടകം മനസ്സിലാക്കി അഭിനയിക്കുക. എത്ര നല്ല അഭിനയമാവും, എത്ര നല്ല സുഖാവും എന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നിലും കുടുങ്ങാതെ, എന്നാൽ സന്തോഷമായിട്ട് എല്ലാ വേഷങ്ങളും കെട്ടി അങ്ങനെ പോയിക്കൂടെ? ചിന്തിക്കുക. അപ്പോ നേരല്ല ദൃശ്യമിതു ദൃക്കിനെ നീക്കി നോക്കിൽ, വേറല്ല വിശ്വമറിവാം മരുവിൽ പ്രവാഹം. കാര്യത്തിൽ നിൽപ്പതിഹ കാരണ സത്ത എന്നേ, വേറല്ല വീശിയിലിരിപ്പതു വാരിയത്രേ. വ്യക്തമാണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണേ. വാസസ്സു തന്തുവിതു പഞ്ഞയിതാദിമൂലഭൂത പ്രഘാതമിതുമോർക്കുകിലിപ്രകാരം, ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു വാധസ്സു പോലെ പരമാവധി ബോധമത്രേ. വാസസ്സു തന്തുവിതു പഞ്ഞയിതാദിമൂലഭൂത പ്രഘാതമിതുമോർക്കുകിലിപ്രകാരം, സുതന്തുവിതു പഞ്ഞയിതാദിമൂലഭൂത പ്രഘാതമിതുമോർക്കുകിലിപ്രകാരം, ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു വാധസ്സു പോലെ പരമാവധി ബോധമത്രേ. ഒരു 90 വർഷങ്ങൾക്ക് മുമ്പ് 1936 ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമിജി നിർവേദാനന്ദജി ഒരു ഗ്രന്ഥം എഴുതിയിരുന്നു. ആ ഗ്രന്ഥത്തിൻ്റെ പേര് സയൻസ് ആൻഡ് റിലിജിയൻ എന്നാണ്. അതിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, കിട്ടിയാൽ നിങ്ങൾ വായിക്കുക. ദി ഷെയ്ക്കിംഗ് ഓഫ് ഹാൻഡ്സ് എന്നാണ്. ദി ഷെയ്ക്കിംഗ് ഓഫ് ഹാൻഡ്സ്. അതിൽ അദ്ദേഹം ചെയ്ത ദീർഘദർശനം, നമ്മുടെ ശാസ്ത്രം, ശുദ്ധശാസ്ത്രം, സത്യാന്വേഷണം, പ്യുവർ സയൻസ് കൂടുതൽ കൂടുതൽ ഗവേഷണ പഠനങ്ങളിലൂടെ മുന്നോട്ട് പോകട്ടെ. ആ കാലത്ത് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒക്കെ ഒരു പ്രാഥമിക വികാസഘട്ടമേ ആയിട്ടുള്ളൂ. ആ കാലത്താണ് സ്വാമിജി പറയുന്നത്, ശാസ്ത്രത്തിൻ്റെ അന്വേഷണവും ഗവേഷണവും ഒക്കെ മുന്നോട്ട് പോട്ടെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഏറെ താമസിയാതെ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞ ആർഷജ്ഞാനവും ഈ സയൻസിൻ്റെ രീതിയിലുള്ള സത്യാന്വേഷണവും രണ്ടും ഒന്നായി ചേർന്ന് രണ്ടുപേരും പരസ്പരം കൈകൊടുത്ത്, അതാണ് ഷെയ്ക്കിംഗ് ഓഫ് ഹാൻഡ്സ് എന്ന് പറയുന്നത്, കൈകൊടുത്ത് ഒന്നിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ വരും ഏറെ താമസിയാതെ. ഇതിവിടെ പറയാൻ കാരണം, നമ്മൾ ഈ അടുത്ത കാലം വരെ സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ മെറ്റീരിയലിസമാണ്, മാറ്ററാണ് ആത്യന്തികം എന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്ന് മാത്രമല്ല, മാറ്ററിന് അപ്പുറത്തുള്ള എന്തിനെക്കുറിച്ച് പറഞ്ഞാലും അത് ആൻറ്റൈ സയൻസ് ആണെന്നൊരു ധാരണ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ. അതുകൊണ്ടാണ് പൊതുവെ ഭാരതം ഒഴിച്ചുള്ള ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ സയൻസും തത്വചിന്തയും സയൻസും മതവും ഒക്കെ എപ്പോഴും വിഭിന്ന ചേരികളിലായിരുന്നു. നമുക്ക് കാണാൻ കഴിയും, വസ്തുതയാണ്. ഭാരതത്തിന് ആ ഗതികേട് ഒരിക്കലുമില്ല. കാരണം ഇവിടെ ശാസ്ത്രം വേറെ, ആധ്യാത്മികത വേറെ എന്നുള്ളതില്ല. സത്യാന്വേഷണത്തിൻ്റെ ഭാഗങ്ങളും ഭാവങ്ങളുമായിട്ടാണ് ഇവയെ മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാരിവിടെ ഋഷിമാരാണ്, ഋഷിമാരിവിടെ ശാസ്ത്രജ്ഞന്മാരാണ്. ഇനി പറയാം, ഋഷിമാരിവിടെ കവികളാണ്, കവികൾ ഇവിടെ ഋഷിമാരാണ്. ഒന്നിനെ നമ്മൾ വേറിട്ട് കണ്ടില്ല. ഇതാണ് ഭാരതീയ പ്രജ്ഞ. കാരണം ഈ ദ്രവ്യാത്മകമായ സകലവും തന്നെ രൂപപ്പെടുന്നതിനും നിയതമായൊരു ക്രമത്തിൽ നിലനിൽക്കുന്നതിനും പിന്നിൽ
അത്യത്ഭുതകരമായൊരു ബോധത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. ആ ബോധസ്പന്ദനമാണ് ഈ ദ്രവ്യാത്മകമായ സകലത്തെയും നിലനിർത്തുന്നത്. ആ ബോധസ്പന്ദനമാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം നമ്മുടെ ഭൗതിക രീതിയാവുള്ള ശാസ്ത്രാന്വേഷണം തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ തന്നെ കൂടുതൽ കൂടുതൽ സയൻസിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കുക. നമ്മൾ ടെക്നോളജിയിലേക്ക് മാത്രം പ്രേരിപ്പിച്ചാൽ പോരാ. ടെക്നോളജി വേണ്ട എന്നല്ല പറഞ്ഞത്, സയൻസിലേക്ക് പ്രേരിപ്പിക്കുക. നല്ല ശാസ്ത്രജ്ഞന്മാരുണ്ടാവട്ടെ അവരിൽ നിന്ന്, ഗവേഷകന്മാരുണ്ടാവട്ടെ അവരിൽ നിന്ന്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെയും ക്വാണ്ടം ഫിസിക്സിൻ്റെയും ഒക്കെ അനന്ത സാധ്യതകൾ അവരുടെ മുമ്പിലുണ്ട്. എല്ലാ ദ്രവ്യത്തിനും ഒരു ബോധമണ്ഡലമുണ്ട്. ആ ബോധമണ്ഡലം അത് നമ്മുടെ ഒരു ദർശനമനുസരിച്ച് മഹത്തത്വം എന്ന രീതിയിൽ സമഷ്ടി ബോധമാണ്. ആ സമഷ്ടിയുടെ അംഗങ്ങളായിട്ടാണ് ബാക്കിയെല്ലാം വരുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു പ്രകമ്പനം അത് മറ്റുള്ളതിനെ സ്വാധീനിച്ചേ മതിയാവും. ഇപ്പൊ ദ്രവ്യത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഊർജമോ, ഊർജത്തിൽ നിന്ന് ഭിന്നമായിട്ട് ദ്രവ്യമോ, ഇവ രണ്ടും ബോധത്തിൽ നിന്ന് ഭിന്നമോ അല്ല. ഇതിലേതെങ്കിലും ഒന്ന് ആത്യന്തികമാണെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ബോധത്തിൻ്റെ അപര്യാപ്തതയാണ്. അതുകൊണ്ട് അവിടെ ഈ ഇസങ്ങളുടെ ഒക്കെ അതിർവരമ്പുകൾ ഇല്ലാണ്ടാവും. മെറ്റീരിയലിസം ഒക്കെ ഉണ്ടല്ലോ, എല്ലാ ഇസങ്ങളുടെ അതിർവരമ്പുകൾ ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇവിടെ നോക്കൂ, വാസസ്സു തന്തുവിതു പഞ്ഞികിത് ആദിമൂലഭൂതപ്രഘാതം ഇതുമോർക്കീൽ ഇപ്രകാരം ബോധത്തിൽ നിന്ന് വിലസുന്നു. വാസസ് വസ്ത്രം. ഇപ്പൊ വസ്ത്രം എടുത്തു, നമ്മളെല്ലാം വസ്ത്രം ധരിച്ചവരാണ്. എങ്ങനെയാ വസ്ത്രം ഉണ്ടായിട്ടുള്ളത്? വസ്ത്രം തന്തു ഓതപ്രോതമായപ്പോഴാണ് വസ്ത്രം ഉണ്ടായത്. ഓതപ്രോതാവുക എന്ന് പറഞ്ഞാൽ ഊടും പാവും. നൂല് ഊടും പാവുമായി ഓടിയപ്പോൾ വസ്ത്രമായി. ഏത് നൂലായാലും കുഴപ്പമില്ല, കോട്ടൺ ആയാലും കുഴപ്പമില്ല, സിൽക്കായാലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് പോളിസ്റ്റർ ആയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, എല്ലാം നൂല് ഓതപ്രോതമായതാണ്. അപ്പൊ ഇവിടെ ഗുരുദേവൻ എടുത്തത് പരുത്തി വസ്ത്രമാണ്, കോട്ടനാണ് എടുത്തത്. അപ്പൊ ആ വസ്ത്രം എന്തായി? തന്തുവായി, തന്തു നൂല്. ശരി, ഇതെന്തായി? തന്തു എന്താന്ന് പരിശോധിച്ചു. അപ്പൊ വസ്ത്രം എന്താന്ന് പരിശോധിച്ചപ്പോ നൂലാന്ന് മനസ്സിലായി. നൂല് ഓതപ്രോതമായതാണ് വസ്ത്രം. എന്നാ നൂല് ഉടുക്കാൻ പറ്റുമോ? അതില്ല. നൂല് നമുക്ക് ആർക്കും ഉടുത്തിട്ട് അങ്ങനെ എന്താ പറയുക, വസ്ത്രത്തിന്റെ ധർമ്മം എന്താണോ അത് നിർവഹിക്കാൻ നൂലുകൊണ്ട് പറ്റില്ല. വസ്ത്രത്തിന്റെ ധർമ്മം എന്താണോ എന്നേ പറയാൻ പറ്റൂ കേട്ടോ. എന്താ വസ്ത്രത്തിന്റെ ധർമ്മം? എന്താണോ അത്, ഇത്രേ പറയുള്ളൂ. കാരണം കാലം മാറിയപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച വസ്ത്രധർമ്മമൊക്കെ അപ്പോൾ മാറിയിട്ടുണ്ട്. നാളൊരു മോൾ എൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു, തൊട്ടടുത്ത സീറ്റിൽ. അപ്പം ഞാൻ ആദ്യം അവളുമായിട്ടൊരു ചെങ്ങാത്തം സ്ഥാപിച്ചു. കാരണം സന്യാസി എന്നൊക്കെ പറയുമ്പോൾ അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ധാരണകൾ ഉണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സന്യാസിയെ കാണുന്നത് തന്നെ. അപ്പം എന്തൊക്കെയോ ധാരണ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആദ്യം അവളുമായിട്ടൊരു ചെങ്ങാത്തം സ്ഥാപിച്ചു, ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ ഞങ്ങൾ വലിയ കമ്പനിയായി. അങ്ങനെ കമ്പനിയായി കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, അല്ല മോൾക്കിപ്പോൾ എന്തായാലും ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റൊക്കെ മോൾ എടുത്തിട്ടുണ്ടല്ലോ. ആ സ്വാമി ഉണ്ട്, പിന്നെന്താ? അല്ല എന്നാ പിന്നെ എത്ര കീറിയ വസ്ത്രം ഇടണ്ടിയിരുന്നോ? ഒന്ന് തുന്നിക്കൂടായിരുന്നോ മോൾക്ക്? യാത്ര ഇത്രയും വലിയൊരു യാത്ര വരുന്നതിന് മുമ്പ് ഒന്ന് തയ്ച്ചൂടായിരുന്നോ ആ പാൻസ്? എൻ്റെ സ്വാമിക്ക് ഒന്നും അറിയില്ല, ഇതിങ്ങനെ വാങ്ങണം, ഇതിന് വില കൂടുതലാ. ഇപ്പൊ സാധാരണ ജീൻസിനേക്കാൾ വിലയാണത്രേ ഈ കീറിയ ജീൻസിന്. നോക്കണേ എന്താ ഇപ്പൊ സംഭവം, എന്താന്ന് എനിക്കറിയില്ലേ. ആ കുട്ടി പറഞ്ഞതാ. ആ കുട്ടി കള്ളം പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്നത്തെ മക്കൾ കള്ളം പറയില്ല, പരദൂഷണം പറയില്ല, അങ്ങനെ ഒരുപാട് ഗുണമുണ്ട് ഇന്നത്തെ മക്കൾക്ക്.
ഇതിന് വില കൂടുതലാണ്. എനിക്ക് അന്നൊന്നും മനസ്സിലായിട്ടില്ല അതെങ്ങനെയാണ്. അപ്പം എന്തൊക്കെ കാണാതിരിക്കാനാണോ വസ്ത്രം ധരിക്കുന്നത് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് അവളുടെ ഇരിപ്പ്. അത്രേ പറയുള്ളൂ. നമ്മൾ സാധാരണ വസ്ത്രം ധരിക്കുന്നത് എന്തൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് അവളുടെ ഇരിപ്പ്. ഒരു 10-20 വയസ്സുണ്ടാവും. അതിന് വിലയും കൂടുതലാണ്. അതെന്താ എനിക്ക് അതാ മനസ്സിലാവാത്തേ. അതുകൊണ്ടാണ് പറഞ്ഞത് വസ്ത്രം എന്ത് ലക്ഷ്യത്തിലാണോ നമ്മൾ ധരിക്കുന്നത് ഇന്നതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചൂടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താനാണെന്നോ നഗ്നത മറയ്ക്കാനാണോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കണക്കാക്കുക എന്താ. ആ ധർമ്മം നൂല് കൊണ്ട് നടക്കില്ല, നൂല് കൊണ്ട് സാധ്യമാവില്ല. എന്നാൽ നൂല് ഓതപ്രോതമായി കഴിഞ്ഞാൽ, ഊടും പാവുമായി നീങ്ങിയാൽ വസ്ത്രത്തിന്റെ ധർമ്മം സാധിക്കും. ശരി, അടുത്തതായിട്ട് ഈ നൂലെന്താന്ന് പരിശോധിച്ചു. നൂലെന്താ? പഞ്ഞി. ഇത് വെറും പഞ്ഞിയാണ്. പഞ്ഞി ഒരു പ്രത്യേക രീതിയിൽ പിരിച്ചെടുത്തപ്പോഴാണ് നൂലായത്, വേറെ ഒന്നുമല്ല. നമ്മളിപ്പോഴും ഓർമ്മിക്കുകയാണ് ചെറിയ കുട്ടിയായപ്പോൾ ഒരു സംഭവം. കൊച്ചു കുഞ്ഞായപ്പോൾ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു വീട്. ആ വീട്ടിൽ അവർ ഈ 2-3 പരിപാടികൾ അവർക്കുണ്ട്. ഒന്ന്, എപ്പോഴും ഈ തത്തമ്മേനെയും കൊണ്ട് നടന്നിട്ട് ഭൂതം ഭാവി വർത്തമാനമൊക്കെ പറയുക, അങ്ങനെയുള്ള പരിപാടിയുണ്ട്. 2, ഇവർ പുൽപ്പായി നെയ്തുണ്ടാക്കും. അപ്പം ഈ പുൽപ്പായി നെയ്യാനുള്ള നൂല് ഇവർ ഈ നടത്തത്തിലാണ് ഉണ്ടാക്കുക. വല്ലാത്തൊരു കാഴ്ചയാണ്. ഇത് കാണാനായിട്ട് ഞാൻ ആ അമ്മയുടെ പിന്നാലെ നടക്കുകയായിരുന്നു. കൈകൊണ്ട് ഇങ്ങനെ തിരിക്കണമുണ്ടാവും, നടക്കണമുണ്ടാവും, നാട്ടുവർത്താനവും പറയുന്നുണ്ടാവും, നാട്ടിലെ മുഴുവൻ പരദൂഷണവും പറയുന്നുണ്ടാവും, എല്ലാം പറയുന്നുണ്ടാവും. പക്ഷെ ഇതിങ്ങനെ നടക്കും. ഇതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും നടക്കുമ്പോൾ. അപ്പോൾ 2-3 തരം നൂലുകൾ ചേർന്ന് അവരുടെ ഒരു ഉണ്ടുണ്ട്. ആ ഉണ്ടയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ നടക്കുന്നുണ്ടാവും. കണ്ടാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ, പറഞ്ഞറിയിക്കാനാവില്ല. എന്നാൽ അത് തന്നെ തിരിച്ചൊന്ന് കറക്കിയാലോ നൂലൊക്കെ വേർപിരിയും. പക്ഷെ എന്തുറപ്പാ നൂലിന്? പൊട്ടിച്ചാൽ പൊട്ടില്ല, നല്ല ഉറപ്പാ. അതുകൊണ്ടാണ് ഈ പുൽപ്പായ നെയ്യുമ്പോൾ അവർ ഊടും പാവുമായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ദിശയിൽ പഞ്ഞി തിരിച്ചപ്പോൾ നൂലായി. നൂല് പ്രത്യേക ഊടും പാവുമായി പോയപ്പോൾ വസ്ത്രമായി. വസ്ത്രത്തിന്റെ ധർമ്മം നൂല് കൊണ്ട് നടക്കില്ല, നൂലിന്റെ ധർമ്മം പഞ്ഞി കൊണ്ടും നടക്കില്ല. എന്നാൽ പഞ്ഞി അല്ലാതെ വല്ലതും ഉണ്ടോ വസ്ത്രത്തില്? ഇല്ല. അപ്പൊ ഈ വസ്ത്രം എന്താണ്? ഇത് പഞ്ഞിയാണ്. വസസ്സു തന്തു വിതു പഞ്ഞി ഇതാദിമൂലഭൂത പ്രഘാതം. ഓർക്കുകിലി പ്രകാരം ആദിഭൂത പ്രകാരം പ്രഘാതം. പ്രഘാതം സംഘാതം ചേർച്ച. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതാണ് ഭൂതപ്രഘാതം. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ രൂപപ്പെട്ടിട്ടുള്ളത്. സമ്പൂർണ്ണ ദൃശ്യ പ്രപഞ്ചവും നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന ഈ ഉപാധികൾ, നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ വാസസ്ഥാനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എല്ലാം ഈ 5ആണ്. 5 ഒന്നുമില്ല, എല്ലാം 5. ഈ ഭൂതപ്രഘാതവും. അപ്പൊ ഭൂതപ്രഘാതം ചേർന്നിട്ട് പഞ്ഞി ചേർന്ന് നൂല് ചേർന്ന് വസ്ത്രം. ഇത് എല്ലാം ഓർക്കുകിൽ ഇപ്രകാരം. ഓർക്കുകിൽ, വിചാരം ചെയ്താൽ ഇപ്രകാരം ഒരു ബോധമാണ്, ഒരു ഉണ്മയാണ്, ഒരു സത്യമാണ്. പക്ഷെ നമ്മൾ പൊതുവെ ഇങ്ങനെ ഓർക്കാൻ മെനക്കെടാറില്ല. കാരണം പലപ്പോഴും കാണുന്നതിൽ നമ്മൾ തൃപ്തരാണ്. പിന്നെ എന്തിനാ അപ്പുറത്തേക്ക് ആലോചിക്കണത്? നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിച്ചാൽ തൃപ്തിയായി. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, വെള്ളം കുടിച്ചാൽ തൃപ്തിയായി. എങ്ങനെയാണ് വെള്ളം കുടിച്ചാൽ ദാഹം മാറുന്നത്, തൃപ്തി വരുന്നത്? നമ്മൾ എത്ര പേര് പഠിക്കുന്നുണ്ട്? അന്വേഷിച്ചിട്ടുണ്ടോ? അല്ല, അത് മെഡിക്കൽ സയൻസ് ആ രീതിയിലൊക്കെ അന്വേഷിക്കുന്നവർ അന്വേഷിച്ചോട്ടെ. എന്തൊക്കെ പരിവർത്തനങ്ങൾ വെള്ളം അകത്ത് ചെന്നപ്പോൾ ദേഹത്തിന് വന്നു, അത് എന്തൊക്കെ സ്പന്ദനങ്ങളെ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കി, അപ്പൊ എങ്ങനെ തൃപ്തി വന്നു എന്നൊക്കെ അവർ പഠിച്ചോട്ടെ. നമ്മളെ വിഷയമല്ല അത്. നമുക്കിതുകൊണ്ട് തൃപ്തിയാണ്.
വെള്ളം കുടിച്ചപ്പോൾ തൃപ്തിയായി. അതിനപ്പുറത്തേക്കൊന്നും പോകണ്ടെന്നേ വേണ്ടാതീനം പറയണു സ്വാമി അല്ലേ. അതായത് ഇന്ദ്രിയ പ്രത്യക്ഷങ്ങളായ അനുഭവങ്ങളെ കൊണ്ട് സംതൃപ്തരായവര് അതിനപ്പുറത്തുള്ള ഒന്നും ആലോചിക്കണില്ല. കഴിഞ്ഞു ലോകം. നമ്മൾ നിത്യം അനുഭവിച്ചുകൊണ്ട് നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ ഉണ്മയെക്കുറിച്ച് പോലും നമ്മൾ ആലോചിക്കാറില്ല. ഉണ്ടോ? എന്താ അഭിപ്രായം? ഇല്ല. അതല്ലേ സത്യം. എന്താ അഭിപ്രായം? ശരിയല്ലേ പറഞ്ഞേ? ഇനി വേദാന്തമൊക്കെ അങ്ങോട്ട് മാറ്റിക്കോളൂ. ഈ ഭൗതികമായ ജീവിതത്തിൽ തന്നെ ഇപ്പൊ കോഴിക്കോട് ഉദാഹരണം എടുത്തോളൂ. കോഴിക്കോട് മലം, മൂത്രം, 2 വസ്തുക്കൾ മതി, ഇനിയുള്ളത് പറയണ്ട, ഒരുപാടുണ്ട്. ഇനി ഈ മലം മൂത്രം പരിശോധിക്കുന്ന എത്ര ലാബ് ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായത്തിൽ? എത്ര ഉണ്ട്? എനിക്കറിയില്ല. 1000 ഒക്കെ ഉണ്ടാവില്ലേ? 1000 മതിയാവില്ല. ശരി. അതായത് പുറത്തേക്ക് പോണത് പരിശോധിക്കണ ഒരു 1000-1500 ലാബ് ഉണ്ടാവും എന്ന് വെച്ചോളൂ. അകത്തേക്ക് പോണത് പരിശോധിക്കണ എത്ര ലാബ് ഉണ്ട്? എൻ്റെ അഭിപ്രായം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതിലെ വിഷാംശങ്ങൾ, നമ്മൾ കഴിക്കുന്ന അരി, അതിൻ്റെ ഘടകങ്ങൾ, അതിലെത്ര വിഷമുണ്ട്? നമ്മൾ കഴിക്കുന്ന പച്ചക്കറി, അതിലെത്ര വിഷമുണ്ട്? നമ്മൾ കഴിക്കുന്ന പദാർത്ഥങ്ങൾ ഒരൊറ്റ ലാബും ഇല്ല. ഉണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവും ആ ലാബിലൂടെ പരിശോധന കഴിഞ്ഞ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. ഏതെങ്കിലും പ്രോഡക്റ്റ് സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ അത് രജിസ്ട്രേഷൻ വാങ്ങുന്ന സമയത്തുള്ള ഒരു ബാച്ചാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇപ്പോൾ സർട്ടിഫൈഡ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഈ പ്രോഡക്റ്റ് സർട്ടിഫൈഡ് ആണ്, അതോറിറ്റി സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോള, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് വെച്ചാൽ അത് ബ്രെഡ്, അത് പരിശോധിച്ചു എന്നല്ല. ആ പ്രോഡക്റ്റിന് ലൈസൻസിങ് അതോറിറ്റി ആദ്യത്തെ ബാച്ച് പരിശോധിച്ച് സംതൃപ്തി ആയിട്ടുണ്ടെന്നേ അർത്ഥമുള്ളൂ. പിന്നുള്ളത് മുഴുവൻ ഇന്റേണൽ ആയിട്ട് ക്വാളിറ്റി കൺട്രോൾ ഓഫീസറിലൂടെ പോകുന്നതാണ്, വേറൊന്നുമില്ല. അതും എത്ര പ്രോഡക്റ്റ് ഉണ്ട്? എന്താ അഭിപ്രായം? നമ്മളെ നിത്യജീവിതത്തിൽ കഴിക്കുന്നതിൻ്റെ ഒരു ശതമാനം പോലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ശരിയല്ലേ പറഞ്ഞത്? അകത്തേക്ക് പോണതിനാണോ പരിശോധന കൂടുതൽ വേണ്ടത്, പുറത്തേക്ക് പോണതിനാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. പുറത്തേക്ക് പോണത് എന്തായാലും പോയി കഴിഞ്ഞു, ഇനിയിപ്പോ പരിശോധിച്ചാൽ എന്ത്, പരിശോധിച്ചില്ലെങ്കിൽ എന്ത്? സ്വാമി വിഡിത്തം പറയല്ലേ സ്വാമി, രോഗനിർണയം അങ്ങനെയാ സാധിക്കുക. സമ്മതിച്ചു. രോഗം എങ്ങനെയാ ഇല്ലാണ്ടാക്കാൻ പറ്റുക? അകത്തേക്ക് പോണത് പരിശോധിച്ചാലാ. അതിന് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ക്യാൻസറോ ക്യാൻസർ, എവിടെ ചോദിച്ചു കഴിഞ്ഞാലും ക്യാൻസർ ക്യാൻസർ ക്യാൻസർ. എന്നിട്ട് ഗംഭീര പ്രസംഗങ്ങളും ചെയ്യും. നമ്മളാൽ കഴിയുന്ന നമ്മൾ എന്ത് നോക്കണം? ചിന്തിക്കുക. ഒരു സൂചന പറഞ്ഞെന്ന് മാത്രം, ചില ചിന്താവ്യതിയാനം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. എന്താ അതുകൊണ്ട് പ്രയോജനം സ്വാമി? പ്രയോജനമുണ്ട്. അത് ഉള്ളിൽ കടന്നാൽ നമുക്ക് സാധിക്കുന്നിടത്ത് 2 പച്ചക്കറിയെങ്കിലും നമ്മൾ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ലിസ്റ്റ് കൊടുത്തിട്ട് സാധനം വാങ്ങിക്കൊണ്ടിരിക, അകത്താക്കുക. അതിനേക്കാൾ നല്ലത് വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുതേ, മാംസാഹാരമാണ്. പച്ചക്കറിനേക്കാൾ നല്ലത്, ഇന്നത്തെ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങണ പച്ചക്കറിനേക്കാൾ നല്ലത് മത്സ്യമാണ്. സ്വാമി കഴിക്കുമോ? ഞാൻ കഴിക്കാറില്ല, അറിഞ്ഞുകൊണ്ട് കഴിക്കാറില്ല. അത്ര വിഷമാണ് നമ്മൾ കഴിക്കണം, അത്ര വിഷമാണ്. സംശയമുള്ളവരുണ്ടെങ്കിൽ ലോഡ് കണക്കിനാണ് ഇത് വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന്. ഉണ്ടാക്കുന്ന കൃഷിക്കാർ അവർക്ക് ഉപയോഗിക്കാനും ആ സംസ്ഥാനത്തിലേക്കും വേറെയാണ്, കേരളത്തിലേക്ക് അയച്ചുവിടാൻ വേറെയാണ്. അതുപോലെ തൊടാൻ പാടില്ലാത്ത സാധനങ്ങളിൽ പെട്ടതാണ് ഇളനീര് തുടങ്ങിയത്, കരിക്ക്. തൊടാൻ പാടില്ല, അത്ര അപകടമാണ്. ചിന്തിച്ചാൽ നല്ലത്. ഇരിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പഞ്ചഭൂതാത്മകമായത്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം പഞ്ചഭൂതാത്മകമായതാണ്.
അതിൻ്റെ സംഘാതമാണ് ഈ പറഞ്ഞ പഞ്ഞി, അതിൽ നിന്ന് നൂല്, അതിൽ നിന്ന് വസ്ത്രം. ഇത് ദൃഷ്ടാന്തം പറഞ്ഞു. ഇതുപോലെ സകല പ്രപഞ്ചവും ഈ പഞ്ചഭൂതാത്മകമാണ്. ഈ പഞ്ചഭൂതങ്ങളുടെ ആവിർഭാവമോ തസ്മാദ് വാ ഏതസ്മാദ് ആത്മന ആകാശ സംഭൂത. ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപഃ, അഭ്യ പൃഥിവി. ഉപനിഷത്ത് പറയും ആ പരമമായ സത്യത്തിന്റെ ആവിഷ്കാരമാണ് ഈ പഞ്ചഭൂതങ്ങളെല്ലാം. പഞ്ചഭൂതം ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഉണ്മയാണ്. ഉണ്ടെന്നുള്ളതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ആ ഉണ്മയാണ് ഇതെല്ലാമായി വിലസുന്നത്. അതാണ് ബോധത്തിൽ നിന്നു വിലസുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ബോധത്തിൽ നിന്ന് വിലസുന്നു, പ്രകാശിക്കുന്നു, പ്രശോഭിക്കുന്നു. ഏതുപോലെ? മരുസ്ഥലത്തു പാദസ്സു പോലെ. അതേ ദൃഷ്ടാന്തമാണ്. നമുക്ക് എന്താ ഈ ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞ പറഞ്ഞാൽ എളുപ്പല്ലേ? കാരണം ആ ദൃഷ്ടാന്തം കേൾക്കണ മാത്രമേ നമുക്ക് മനസ്സിലാവും. അതാണ് ഈ കയറ് പാമ്പ്, സ്വർണ്ണാഭരണം, മണ്ണ് പാത്രം. ഞാൻ 4-5 ദൃഷ്ടാന്തങ്ങൾ തന്നെ ആചാര്യന്മാർ എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ പുതിയ ദൃഷ്ടാന്തം കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. പുതിയ ഏത് ദൃഷ്ടാന്തം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ പരിചിതമായ ദൃഷ്ടാന്തം പറഞ്ഞാൽ ദാർഷ്ടാന്തികമായിട്ട് ഘടിപ്പിക്കാൻ നമുക്ക് എളുപ്പം കഴിയും. അതാണ് പറയണത് മരുസ്ഥലത്ത് പാദസ്സു പോലെ. പാദസ്സു വെള്ളം, മരുസ്ഥലത്ത് വെള്ളം പോലെ. മരുസ്ഥലത്ത് വെള്ളം ഉണ്ടോ? ഇല്ലേ. ഞാൻ കാണുന്നു. അപ്പൊ ഉണ്ട്. അതുണ്ടെങ്കിൽ എന്തൊക്കെ വ്യവഹാരം സിദ്ധാവും അതൊക്കെ നടക്കുന്നുണ്ട്. ഇല്ല എന്നുള്ളത് നിരൂപണം ചെയ്തപ്പോൾ മനസ്സിലായി. ഒരു ദിവസം ആശ്രമത്തിൽ നിന്ന് ഒരാള് സന്ധ്യയ്ക്ക് ഭജന കഴിഞ്ഞു പോവുക. കുറെ കൊല്ലായി, 10-30 കൊല്ലായി. പോയി അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ അയാളെ പാമ്പ് കടിച്ചു. അല്പം നീങ്ങിയിട്ടേ ഉള്ളൂ. ആശ്രമത്തിൻ്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ പോയിട്ടേ ഉള്ളൂ. അവിടെ വലിയൊരു മുളങ്കൂട്ടം ഉണ്ടായിരുന്നു ആ കാലത്ത്. ഇപ്പം അതില്ല. അവിടെ നിന്നാണ് കടിച്ചത്. സ്വാമി വിളിച്ചു. അവിടുന്ന് നമ്മൾ ഓടിപ്പോയി, ടോർച്ചൊക്കെ ആയി പോയി പറ്റിച്ചു. സാരമില്ല. ഒരു കെട്ട് കെട്ടി പ്രഥമ ശുശ്രൂഷയൊക്കെ പഠിച്ചതൊക്കെ പ്രയോഗിച്ചു. അവിടെ കാലിൻ്റെ മുറിപ്പാടിന് തൊട്ട് മുകളിലൊരു കെട്ട്, അത് കഴിഞ്ഞ് മുട്ടിന് താഴത്തായിട്ട് വേറൊരു കെട്ട് ഒക്കെ കെട്ടി അനങ്ങരുത്. എന്നിട്ട് ഞങ്ങൾ 2-3 പേര് കൂടി അയാളെ പൊക്കിയെടുത്ത് ഒരു വണ്ടി വിളിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. നോക്കിയപ്പോൾ കറക്റ്റ് അകലം നോക്കിയാൽ മൂർഖം തന്നെയാണ്. ആ പല്ലിൻ്റെ അകലം കറക്റ്റാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് മരുന്നൊന്നും ഇപ്പോൾ കുത്തിവെക്കാനൊന്നും പറ്റില്ല, നമുക്ക് നിരീക്ഷണത്തിൽ വെക്കാം. എന്താണെന്ന് അറിയണ്ടേ? അല്ലാണ്ട് കുത്തിവെക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നിരീക്ഷണത്തിൽ വെക്കാം. എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. എന്തായാലും പാമ്പ് കടിച്ചതല്ലാന്ന് നിങ്ങൾ സമാധാനിച്ചോളൂ. അപ്പം ഞങ്ങൾ നാട്ടുകാർ മുഴുവൻ നോക്കിയപ്പോൾ അത് നല്ല 1-ാം തരം മൂർഖനാണ്. എൻ്റെ അഭിപ്രായത്തിലും നല്ല 1-ാം തരം മൂർഖനാണ്. അതിൻ്റെ അകലം നോക്കിക്കഴിഞ്ഞാൽ പാമ്പ് കടിച്ചതല്ലാതിരിക്കട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഗവേഷണമൊക്കെ ചെയ്തു. ഇയാൾക്ക് കക്ഷി രാവിലെ ആകുമ്പോൾ സുഖമായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിച്ച് കുളത്തൂരിക്ക് പോവുകയും ചെയ്തു. അയാൾ ഇപ്പോഴും അവിടെ ഉണ്ട്, ആശ്രമത്തിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ ഒരു പ്രശ്നവുമില്ല. അപ്പം സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇല്ലിമുള്ള് ആഞ്ഞിട്ട് ഇട്ടിരുന്നു. അതിന് തുല്യ അകലത്തിൽ 2 മുള്ള് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എങ്ങനെയാ അത് അത്ര കൃത്യമായിട്ട് കൊണ്ടുവന്ന് അറിയില്ല. അതാണ് കൊണ്ടിട്ടുള്ളത്. ഇല്ലിയുടെ 2 മുള്ള് ശരിക്ക് എങ്ങനെയാണോ സർപ്പം ദംശിച്ചാൽ ഉള്ള അകലം, അതേ അകലത്തിലാണ് ഈ മുറി. സ്വാമി പറ്റിച്ചല്ലോ. ആര് പറ്റിച്ചു? ആര്? ഇല്ലിമുള്ള്. ഇല്ലിമുള്ള് ഇങ്ങോട്ട് വന്ന് കുത്തിയോ? ഇല്ല, ഇയാൾ അങ്ങോട്ട് പോയി കുത്തിയതാ. പക്ഷെ കുറ്റാർക്ക്? പാമ്പിന്. നോക്കണേ, നല്ല ഡോക്ടറായിരുന്നു മെഡിക്കൽ കോളേജിൽ. അദ്ദേഹം അതുകൊണ്ട് ഒന്നും ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞു, പാമ്പ് കടിച്ചത് അല്ലാതിരിക്കട്ടെ, കണ്ടു കഴിഞ്ഞാൽ നല്ല പാമ്പ് തന്നെയാട്ടുള്ളൂ, പക്ഷെ അല്ല എന്ന് വിചാരിക്കുക നമുക്ക്. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇയാൾക്ക് പാമ്പ് കടി ഏറ്റവും ഇല്ലയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം?
ഏറ്റിട്ടില്ലേ? ഏറ്റു. പിന്നെ പ്രത്യേക അതിതീവ്ര പരിചരണത്തിലാണ് കിടക്കുന്നത്. ഇളകാൻ പാടില്ല, അതാക്കാൻ പാടില്ല, ഇതാക്കാൻ പാടില്ല, ചൂടുവെള്ളം കൊടുക്കരുത്. ഇതൊക്കെ നിയമങ്ങളായിരുന്നു, വലിയ നിയമങ്ങളൊക്കെ ആയിരുന്നു. അപ്പോ രജ്ജു സർപ്പം കഴിച്ചാലും കാറ്റ് പോണെങ്കിൽ പോവും എന്ന് ഞാൻ മനസ്സിലാക്കി. കയറിപ്പാമ്പ് കടിക്കാം, കടിച്ചൂടെന്ന് പറയാൻ പറ്റില്ല. ഇയാൾ വലിയ പരിഭ്രമം ഉണ്ടായിരുന്നു വെച്ചാൽ ചിലപ്പോൾ സംഗതി കാറ്റ് പോവുമായിരുന്നു, പേടിച്ചിട്ട്. ഉറപ്പാണ്. അല്ലാണ്ട് പാമ്പ് കടിച്ചിട്ടുള്ള മരണമൊക്കെ വിഷം കൊണ്ടാന്നാ വിചാരിക്കണത്? വളരെ ചെറിയ ശതമാനം പാമ്പുകൾക്കേ വിഷമുള്ളൂ. ഉള്ളത് തന്നെ മുഴുവൻ പാമ്പ് വിഷം കയറിക്കൊള്ളണമെന്നുമില്ല. പിന്നെ ഭയപ്പാടുകൊണ്ടാണ് അധികവും മരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മരു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും മരുഭൂമിയിൽ വെള്ളം, കയറിൽ കാന്ന് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും കയറിൽ പാമ്പ്. ഈ ദൃഷ്ടാന്തങ്ങൾ ആചാര്യന്മാർ ആവർത്തിക്കുന്നത് ദാർഷ്ടാന്തികത്തെ എളുപ്പത്തിൽ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ബോധത്തിൽ നിന്ന് വിലസുന്നു മരുസ്ഥലത്ത് പാദസ് പോലെ, കേവലമായ സച്ചിദാനന്ദത്തിൽ, ബോധത്തിൽ, ജ്ഞാനസ്വരൂപത്തിൽ, ഈ പ്രപഞ്ചഭാവത്തിൽ ആവിഷ്കൃതമായ ബോധത്തിൽ നിന്ന് വിലസുന്നു. എന്ത്? ഈ പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ച അനുഭവങ്ങൾ മുഴുവൻ. അപ്പൊ എന്താ സത്യം? സത്യം പ്രഖ്യാപിക്കുകയാണ്, പരമാവധി ബോധമത്രേ. ദേശകാലങ്ങൾ പരിധിയില്ലാത്ത, അവധിയില്ലാത്ത അളവറ്റ ബോധമാണ് ഈ കാണാകുന്ന സകലവും. എല്ലാം ബോധം മാത്രം, ഈ ജ്ഞാനം മാത്രം. ഇതാണ് ആവർത്തിച്ചുറപ്പിക്കണം. പറഞ്ഞത് തന്നെ പറയുകയാണ്, പുതുതായിട്ടൊന്നും പറയുന്നില്ല. ശ്രദ്ധിക്കുക. അപ്പൊ നോക്കൂ, വാസസ്സു തന്തുവിതു പഞ്ഞീതാദിമൂലഭൂത പ്രഘാതമിതുമോർക്കികിലി പ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. വൃത്തിസ്ഥമാം അറിവിൽ വിശ്വവുമില്ലതിൻ്റെ വിത്താമവിദ്യയതുമില്ല വിളക്കു വന്നാൽ അദ്ദിക്കിലെങ്ങും ഇരുളില്ലുടനങ്ങു വർത്തിവിട്ടാൽ വിളക്കു പൊലിയുന്നിരുളും വരുന്നു. വൃത്തിസ്ഥമാം അറിവിൽ വിശ്വവുമില്ലതിൻ്റെ വിത്താമവിദ്യയതുമില്ല വിളക്കു വന്നാൽ അദിക്കിലെങ്ങും ഇരുളില്ലുടനങ്ങു വർത്തിവിട്ടാൽ വിളക്കു പൊലിയുന്നിരുളും വരുന്നു. വൃത്തിസ്ഥമാം അറിവിൽ വിശ്വവുമില്ല, അതിൻ്റെ വിത്താം അവിദ്യ അതുമില്ല. ഇതാണ് ആദ്യം പറയുന്നത്. നമ്മൾ സാമാന്യമായി ലോകത്തിൽ നിരന്തരം വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. നിരന്തരം കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ അഞ്ചിലൂടെയും നമ്മൾ വിഷയങ്ങളെ അറിയുന്നു. ഈ 5 അറിവുകളും മനസ്സിൽ ചേരുന്നു, മനസ്സവയെ ചേർക്കുന്നു, ബുദ്ധി അവയെ നിശ്ചയിക്കുന്നു. ഇതേ സമയത്ത് ചിത്തം അവയെ ശേഖരിച്ചു വയ്ക്കുന്നു. പിന്നെ ചിത്തത്തിൽ നിങ്ങട്ട് സ്മൃതി വരുന്നു. അപ്പോൾ ഈ മനസ്സ് എന്നുള്ളതിലേക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് 5 ദ്വാരങ്ങൾ, വേറെ ഭാഗത്തു നിന്ന് 1 ദ്വാരം, ചിത്തത്തിൽ നിന്ന് 1 ദ്വാരം മനസ്സിലേക്ക് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ആരും ഉറപ്പിച്ചു കളയരുതേ, സങ്കല്പം മാത്രമാണ് പറയണത്. അതായത് അതാണ് സ്മൃതി രൂപമായിട്ട് വരുന്നത്. മറ്റത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള വിഷയജ്ഞാനങ്ങൾ. ഇത് രണ്ടും മനസ്സിലേക്കാണ് വരുന്നത്. ഈ മനസ്സിലുണ്ടാകുന്ന സങ്കല്പ വികല്പാത്മകമായതിനെ നിശ്ചയിക്കുകയാണ് ബുദ്ധിയുടെ ധർമ്മം. ഇങ്ങനെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം. അപ്പം എന്തൊക്കെ അറിയുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്
5 ഇന്ദ്രിയങ്ങൾ വഴിക്ക് അറിയുന്നു, 2 സ്മൃതി ചിത്തം വഴിക്ക് ഇങ്ങോട്ടും അറിയുന്നു. ഇതാണ് നമ്മുടെ മൊത്തം അറിവുകളുടെ ആകത്തുക. ഈ അറിവ് നമ്മൾ നേടുന്നത് വൃത്തിജ്ഞാന പ്രക്രിയയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ വൃത്തിജ്ഞാന പ്രക്രിയ എന്ന് പറഞ്ഞാൽ വേദാന്തത്തിന്റെ ദൃഷ്ടിയിൽ ഇതിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പദാർത്ഥത്തെ നിങ്ങൾ കാണുമ്പോൾ ആ പദാർത്ഥഗതമായ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് പതിച്ച്, കണ്ണിൻ്റെ സ്ക്രീനിൽ പതിച്ച്, ആ സ്ക്രീനിൽ നിന്ന് സംവേദനങ്ങൾ മസ്തിഷ്കത്തിലേക്ക് പോയി അങ്ങനെ തിരിച്ചറിയുന്നു എന്ന് പറയാം. അതിന് നമ്മൾ എതിർക്കുന്നില്ല. ഇത് കണ്ണ് പോലെ തന്നെ മറ്റെല്ലാം, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതിലൊക്കെ ഇങ്ങനെ തന്നെ അതത് സംവേദനം എത്തുന്നു, അത് തിരിച്ചറിയുന്നു. വേദാന്തശാസ്ത്രം ഈ പ്രക്രിയയെ വിഭജിക്കുന്നത് 2ആയിട്ടാണ്, 2 ഘട്ടമായിട്ടാണ്. അതിൽ 1-ാം ഘട്ടം, ഇത് രണ്ടും ഒരു സെക്കൻഡിൻ്റെ അനേകായിരത്തിലൊരംശം കൊണ്ട് നടക്കും. ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്ക് പറയാൻ സമയം വേണമെന്നേ ഉള്ളൂ. 1-ാം ഘട്ടം, നമ്മുടെ അന്ധക്കരണം ആ വിഷയാകാരമായി തീരുന്നു. ഇതാണ് 1-ാം ഘട്ടം. ഇപ്പം ഞാൻ ഈ മൈക്രോഫോൺ കാണുന്നു എന്ന് പറയുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഈ മൈക്രോഫോണിൻ്റെ ആകാരത എൻ്റെ അന്ധക്കരണത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് കണ്ണ് വേണം, മനസ്സ് വേണം, ബുദ്ധി വേണം, ഒക്കെ വേണം. അവയെ ബന്ധിപ്പിക്കുന്ന നാഡീവ്യവസ്ഥ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടും ഇത് മൈക്രോഫോണിൻ്റെ രൂപം എൻ്റെ ഉള്ളിൽ പതിയില്ല. അതൊരു കൃത്യം പ്രവേഗത്തിൽ പ്രവർത്തിക്കണം. ആ വേഗത്തിന് അല്പം മാറ്റം വന്നാൽ ഇത് മൈക്രോഫോണായിട്ടൊന്നും എനിക്ക് അറിയാൻ കഴിയില്ല. വളരെ സുഘടിതമായൊരു വ്യവസ്ഥയാണ്. ശരി, അപ്പം എൻ്റെ അന്ധക്കരണം ഈ മൈക്രോഫോണിൻ്റെ ആകാരതയെ പ്രാപിച്ചു. ഇങ്ങനെ ഒരേ സമയത്ത് നമ്മുടെ അന്ധക്കരണം 1000 പിരിയാനുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മളിലൊക്കെ എത്ര വൃത്തി ഉണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. 1000കണക്കിന് വൃത്തികൾ ഇപ്പം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. അതിലൊരു 30-40 വൃത്തിയൊക്കെ ആയിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്, അത്രയേ ഉള്ളൂ. അതൊന്നല്ല, എണ്ണമറ്റ വൃത്തികൾ ഇപ്പം ഉണ്ട് നമ്മളിൽ. അടുത്ത ഘട്ടത്തിൽ ഈ അന്ധക്കരണത്തിൽ രൂപപ്പെട്ട മൈക്രോഫോണിനെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. അപ്പം ഞാൻ ഈ മൈക്രോഫോണിനെ പ്രകാശിപ്പിച്ചപ്പോൾ ഞാനാകുന്ന ചിതാഭാസം എന്ന് പറഞ്ഞാൽ ചിത്തിൻ്റെ അന്ധക്കരണത്തിലുള്ള പ്രതിബിംബം, ജീവാത്മാ. ഞാനാകുന്ന ജീവാത്മാവ്, ഞാനാകുന്ന ചിതാഭാസൻ ഈ എൻ്റെ അന്ധക്കരണത്തിലുണ്ടായ ഈ മൈക്രോഫോണിൻ്റെ ആകാരതയെ പ്രകാശിപ്പിച്ചപ്പോഴാണ് ഇത് മൈക്രോഫോണാണെന്നുള്ള ബോധം എനിക്കുണ്ടായത്. അപ്പം ഇത് മൈക്രോഫോണാണെന്നുള്ള ബോധം എനിക്കുണ്ടാവാൻ ഒരു സെക്കൻഡിൻ്റെ 1000-1 സമയം വേണ്ട. പക്ഷേ ഈ സങ്കീർണ പ്രക്രിയ അതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ സമസ്ത വിഷയങ്ങളെയും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്നൊന്നും വ്യത്യാസമില്ല അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നത്. വളരെ സങ്കീർണ പ്രക്രിയയാണത്, വളരെ സങ്കീർണമാണ്. നമ്മുടെയൊക്കെ ഈ പ്രക്രിയയുടെ സൂക്ഷ്മത കാലം കഴിയുന്തോറും കൂടുതൽ ഗവേഷണ വിഷയമാകട്ടെ. അങ്ങനെ ഗവേഷണങ്ങളിലൂടെ കൂടുതൽ അറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം അത്ര ചെറിയൊരു അംശമേ നമുക്കിപ്പോൾ അറിയുള്ളൂ. നമ്മുടെയൊക്കെ മസ്തിഷ്ക ഘടനയോ മസ്തിഷ്ക പ്രവർത്തനങ്ങളോ വളരെ ചെറിയൊരു ശതമാനം ഇന്നും നമുക്ക് അറിയൂ എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ നാളെ കൂടുതൽ ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ അറിയും, കൂടുതൽ മേഖലകൾ അറിയും. അതുകൊണ്ട് എപ്പോഴും പക്വജ്ഞാനി അറിയില്ല എന്നുള്ള അറിവ് സൂക്ഷിക്കുന്ന ആളാണ്. ഏതെങ്കിലും ഒരു മേഖലയിൽ പഠിച്ചു തുടങ്ങുന്ന ആൾ എല്ലാം അറിഞ്ഞു എന്നുള്ള മട്ടിലാണ് നിൽക്കുക. എനിക്കറിയാത്തൊരു വിഷയമില്ല എന്നുള്ള മട്ടിലാണ്. പക്ഷെ കൂടുതൽ പഠിക്കുന്തോറും നമുക്ക് മനസ്സിലാവും അളവറ്റ അറിവിൻ്റെ മേഖലയിൽ ഒരു അഗ്രം പോലും ഞാൻ കണ്ടിട്ടില്ല. ഇതിന് 2 നിലപാട് അവിടെ സാധിക്കും കേട്ടോ. ഒന്ന്, ഇതിൻ്റെ ഒരു അഗ്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നുള്ളൊരു നിലപാട്.
രണ്ടാമത്തെ നിലപാട്, ഈ അറിവൊക്കെ എൻ്റെ ഉള്ളിലൂടെ പ്രവർത്തിച്ചോട്ടെ, ഞാനായിട്ടിപ്പോൾ ഇതൊന്നും. രണ്ട് പ്രഗത്ഭന്മാരായ സംഗീതജ്ഞന്മാരുടെ വാക്കുകൾ ഇവിടെ ഓർമ്മിക്കുകയാണ്. അതിപ്രഗത്ഭന്മാരായ രണ്ട് സംഗീതജ്ഞന്മാർ. ഒന്ന് യേശുദാസാണ്. അദ്ദേഹം പറഞ്ഞു, സംഗീതശാസ്ത്രത്തിൻ്റെ ഒരഗ്രം പോലും ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കടലാണെങ്കിൽ അതിലൊരു തീരത്തിരിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ. യേശുദാസിന്റെ വാക്കുകളാണ്. ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാട്ടിനെ കുറിച്ച് ഒന്നും പഠിക്കില്ല, പാട്ട് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. ഞാനതിന്റെ തീരത്തിരിക്കുന്ന ആളുമല്ല, ഒന്നുമല്ല, അല്ല, എന്നിലൂടെ പാട്ട് പ്രവർത്തിക്കുന്നു, ഞാൻ പാട്ടിലൊന്നും പോണില്ല. രണ്ടും നല്ല കാഴ്ചപ്പാടാ, രണ്ടും പക്വമായ കാഴ്ചപ്പാടുകളാ. ഇതുപോലെയാണ് എല്ലാ ശാസ്ത്രങ്ങളിലും. അത് എന്താ പറയേണ്ടത്, ആസ്ട്രോഫിസിക്സ് എന്നോ സ്പേസ് ടെക്നോളജി എന്നോ അല്ലെങ്കിൽ ന്യൂറോളജി എന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഏത് ശാസ്ത്രത്തിൽ നമ്മൾ പ്രവേശിക്കുന്നതിനനുസരിച്ച് മനസ്സിലാവും, ഞാനൊരു തുമ്പേ കണ്ടിട്ടുള്ളൂ, ഇനി മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ പിന്നെ ഇത് മനസ്സിലാക്കുക, അതൊക്കെ എന്നിലൂടെ പ്രവർത്തിച്ചോട്ടെ തന്നെ, കഴിഞ്ഞു. രണ്ടായാലും നല്ലതാണ്. നമ്മൾ അതിനോട് ബന്ധിക്കപ്പെടില്ല, അല്ലെങ്കിൽ ബന്ധിക്കപ്പെടും. അപ്പോ ഞാൻ എൻ്റെ അന്ധക്കരണത്തിൽ വിഷയാകാരത രൂപപ്പെട്ടു, അതാണ് വൃത്തി. ഈ വൃത്തി രൂപപ്പെടുന്നതിന് വൃത്തിവ്യാപ്തി എന്നാണ് വേദാന്തത്തിൽ പറയുക. വൃത്തിവ്യാപ്തി. എൻ്റെ ഉള്ളിൽ ഈ മൈക്രോഫോൺ രൂപപ്പെട്ടു എന്നുള്ളത്. രണ്ടാം ഘട്ടത്തിൽ ഞാൻ അതിനെ പ്രകാശിപ്പിച്ചു, അതിന് വേദാന്ത ശാസ്ത്രത്തിൽ ഫലവ്യാപ്തി എന്ന് പറയും. ഈ വൃത്തിവ്യാപ്തിയും ഫലവ്യാപ്തിയും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഇത് മൈക്രോഫോൺ ആണ്, അല്ലെങ്കിൽ ഇത് ഇന്ന വസ്തുവാണ്, ഇത് പുസ്തകമാണ്, ഇത് കടലാസാണ് എന്നുള്ള ബോധം എനിക്കുണ്ടാവണം. അപ്പൊ നമ്മുടെ അറിവ് വൃത്തിസ്ഥമാണ്. എല്ലാ അറിവുകളും വൃത്തികളെ കൊണ്ടാണ്. നമ്മളിൽ വൃത്തി ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്ക് അറിവില്ല. വൃത്തി ഉണ്ടാവാൻ അനേക ഘടകങ്ങൾ വേണം, അതവിടെ നിന്നോട്ടെ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, മനസ്സ്, ബുദ്ധി ഒക്കെ വേണം വൃത്തി ഉണ്ടാവാൻ. വൃത്തി ഉണ്ടായാൽ വൃത്തിസ്ഥമായ പ്രപഞ്ചം നമുക്കുണ്ട്, വൃത്തിസ്ഥമായ അറിവ് നമുക്കുണ്ട്. വൃത്തി ഉണ്ടായിട്ടില്ലെങ്കിലോ, ഒരാൾ കിടന്നുറങ്ങുന്നു വിചാരിച്ചോളൂ, അയാളുടെ ചേർന്ന് അയാളുടെ പായല് അല്ലെങ്കിൽ അയാളുടെ കിടക്കയിൽ ഒരു ഉഗ്രമൂർഖനും കിടന്നുറങ്ങുന്നു വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു മൂർഖൻ എഴയുന്നു. അയാൾക്ക് വൃത്തിഷ്ഠമായ അറിവില്ല, അയാളെ മൂർഖനെ ഉപദ്രവിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. സന്തോഷം, ഞാനും കിടക്കുന്നു, മൂർഖനും കിടക്കുന്നു. ശരി, വൃത്തി ഉണ്ടായി, മൂർഖൻ, നീ കിടക്കാൻ പറ്റുമോ? അയാൾക്ക് അവിടെ കിടക്കാൻ പറ്റുമോ? ഇല്ല. അയാൾ ചാടി എഴുന്നേറ്റ് ഓടി. എന്താണ് അയാളുടെ പേരെന്താണ്? പാമ്പ് പിടിത്തക്കാരുണ്ടല്ലോ. എവിടെയാണ് അയാൾ? എവിടെയാണ് ഉണ്ടാവുക? ഏതാ ഫോൺ നമ്പർ ഒക്കെ എടുത്തു നോക്കുക. സ്വസ്ഥതയില്ലേ? ഇനി ഞാൻ വീട്ടിലിരിക്കാൻ പറ്റില്ല. എന്താ സമയം? വീട്ടിൽ മൂർഖനുണ്ട്, മൂർഖനാണ്, വീട്ടിൻ്റെ അകത്താണ്. അവിടെ ഒന്നിച്ചല്ലേ കിടന്നത് നേരത്തെ. അപ്പോഴോ മൂർഖം പോട്ടെ, ഒരു ചുമരിന്റെ മുകളിൽ ഒരു എട്ടുകാരിനെ കണ്ടാൽ തന്നെ മനുഷ്യന്മാർക്ക് ഉറക്കമില്ലാത്ത കാലാപ്പോ. അതെ, ശരിയല്ല? ഒരാളൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ആശ്രമത്തിൽ വന്നിട്ട്. ആ കുറിപ്പ് അയാൾ പബ്ലിഷ് ചെയ്തു. ഞാൻ ചോദിച്ചു, എന്തിനാ ചങ്ങാതി ഇജാതി പണിയൊക്കെ ചെയ്യുന്നത്? അതായത് അദ്വൈതാശ്രമം നല്ല സ്ഥലമാണ്, വളരെ സ്നേഹമുള്ളവരാണ് അവിടെ ഉള്ളവരൊക്കെ, വളരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊങ്ങനെയാണെന്നൊക്കെ എഴുതിയിട്ട് 2-3 പാരഗ്രാഫ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന മുറിയിൽ ഒരു ഭീകരനായ ജന്തു ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വിചാരിക്കണത് എന്തോ ഒരു മഹാസാധനം ഉണ്ടെന്നാ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് 8 കാലി ചുമരുമ്പലുണ്ടെന്നാ എഴുതി കൊണ്ടുവരണത്. ഈ പാവം ജനിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിലാണ്. അവിടെ അയാൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല 8 കാലിയെ. അപ്പൊ ഭാരതത്തിൽ വന്ന് ഇവിടെ വന്നപ്പോ മുറിയുടെ ഉള്ളിൽ ചുമരിന്റെ മുകളിൽ 8 കാലി. വലിയ പ്രചാരമായി പോയി.
അത് കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവിടുന്ന് സംശയം, അല്ല ആശ്രമത്തിൽ 8 കാലി ഉണ്ടല്ലേ, അതിന് വിഷമുണ്ടോ, അത് കടിച്ചാൽ എത്ര പ്രശ്നമാവും, ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് അറിയില്ല കേട്ടോ, കഷ്ടം പോലെ ഉണ്ടാവും, 4 2 കാലി കൂടിയ 8 കാലിയായി അത്രയേ ഉള്ളൂ എന്നൊക്കെ തമാശ രൂപത്തിൽ അവരോട് മറുപടിയും പറഞ്ഞു. കാരണം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, വീടിൻ്റെ അകത്ത് 8 കാലിയോ, എന്താ കഥ? നമുക്കിതൊന്നും ഇല്ലെങ്കിലാണ് ചിന്തിക്കാൻ പറ്റാത്തത്, ഇല്ലേ? ഒരു 6 കാലി ഇല്ല 8 കാലി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. ഞാൻ ഇയാളോട് ചോദിച്ചു, നീ ഇതെന്തിനാ ചങ്ങാതി എഴുതിയത്? അല്ല അത് വല്ലാതെ എനിക്ക് ഭയായി സ്വാമി ചോദിച്ചാൽ. അതുകൊണ്ടാണ്. പാവം ഉറങ്ങിയിട്ടില്ല, ഈ സാധനം അവിടെ നിൽക്കണോണ്ട്. നമുക്ക് കാണിച്ചാലോ വല്ല പ്രശ്നമുണ്ടോ? ചിന്തിക്കുക. അപ്പൊ വൃത്തി ഉണ്ടെങ്കിൽ അനുഭവമുണ്ട്, വിഷയമുണ്ട്. വൃത്തി ഇല്ലെങ്കിലോ വിഷയമില്ല. ഇത്രയേ ഉള്ളൂ. എങ്കിൽ പറയട്ടെ, എപ്രകാരമാണോ വിഷയജ്ഞാനത്തിന് വൃത്തി, അതുപോലെ ആത്മജ്ഞാനത്തിനും വൃത്തി അനിവാര്യമാണ്. ഇവിടെയാണ് സ്വാധ്യായത്തിന്റെ പ്രാധാന്യം. മനുഷ്യൻ അറിയുന്നത് വൃത്തിയിലൂടെയാണ്. എപ്രകാരം വിഷയജ്ഞാനത്തിന് വൃത്തി വേണോ അപ്രകാരം ആത്മജ്ഞാനത്തിനും വൃത്തി അനിവാര്യമാണ്. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നത് ഈ ആത്മാകാര വൃത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. വളരെ ശാസ്ത്രീയമായ പ്രക്രിയയാണ്. അപ്പൊ ചിലപ്പോൾ ചിലർക്ക് സംശയം വരും, അപ്പോ വിഷയങ്ങളെ അറിയുന്നതിനും വൃത്തി വേണം, അതെ. ആത്മജ്ഞാനത്തിനും വൃത്തി വേണം, അതെ. അങ്ങനെ തന്നെയാണ്. വൃത്തി ഇല്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല, വൃത്തി ഇല്ലാണ്ട് അറിയില്ല. അപ്പൊ പിന്നെ എന്താ വ്യത്യാസം? വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ചുള്ള അറിവിൽ അന്ധക്കരണത്തിൽ രൂപപ്പെട്ട വൃത്തിയെ ഞാൻ പ്രകാശിപ്പിക്കണം, അതായത് ഫലവ്യാപ്തി വേണം. ആത്മജ്ഞാനത്തിൽ ഫലവ്യാപ്തി വേണ്ട. സ്വപ്രകാശരൂപമായ ആത്മാ, അതിനെ ഞാൻ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. വൃത്തി ഉദിച്ചു പറഞ്ഞാൽ പ്രകാശിച്ചു എന്നർത്ഥം. ഇതാണ് വ്യത്യാസം. വിഷയജ്ഞാനവും ആത്മജ്ഞാനവും തമ്മിൽ എന്താണ് സാമ്യം എന്ന് ചോദിച്ചാൽ രണ്ടും വൃത്തിസ്ഥമാണ്. എന്താണ് വൈഷമ്യം എന്ന് ചോദിച്ചാൽ ആത്മജ്ഞാനത്തിൽ ഫലവ്യാപ്തി വേണ്ട, വിഷയജ്ഞാനത്തിൽ ഫലവ്യാപ്തി വേണം. ഇതാണ് വ്യത്യാസം. വൃത്തി ഉദിക്കുന്നതോടുകൂടി ബോധം പ്രകാശിച്ചു. അപ്പൊ ഈ ആത്മജ്ഞാനം എന്നുള്ളത് വൃത്തിസ്ഥമാണ്. വൃത്തി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണേ, എന്നാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. വൃത്തി മനസ്സിലായില്ലോ? അന്ധകരണത്തിൽ ഉണ്ടാവുന്ന വിഷയാകാര പരിണാമമാണ് വൃത്തി. അപ്പൊ ചോദ്യം, ആത്മാകാര പരിണാമാണോ? ആത്മാകാര പരിണാമം എന്നുള്ള വാക്ക് തെറ്റാണ്, പക്ഷെ അങ്ങനെ അല്ലാണ്ട് പറയാനും വയ്യ. ഇപ്പൊ ശ്രവണം ചെയ്ത് ഇപ്പൊ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അല്ലെങ്കിൽ സച്ചിദാനന്ദം ബ്രഹ്മ എന്നൊക്കെയുള്ള ഉപനിഷത് വാക്യങ്ങളെ നമ്മൾ നല്ലപോലെ വിചാരം ചെയ്യുമ്പോൾ ആ വിചാരത്തിലൂടെ സംശയങ്ങൾ പെരുകി, സംശയങ്ങൾ ഒതുങ്ങി, സംശയങ്ങൾ നശിച്ച്. ആദ്യം സംശയം ഉണ്ടായിട്ടില്ല. ശ്രവണം ചെയ്യുന്ന ആളോട് സംശയം വല്ലതും ഉണ്ടോയെന്ന് ചെയ്യേ, എനിക്കൊരു സംശയമല്ല സ്വാമി, എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. അപ്പം നിന്നോടല്ല ഇന്നലെ സംശയം ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഇന്നലെ സംശയം ഉണ്ടായിരുന്നില്ല, ഇന്ന് സംശയമുണ്ട്. നല്ലതാണ്, നല്ല ലക്ഷണമാണ്. കാരണം മനനം ചെയ്തപ്പോൾ സംശയം ഉണ്ടായി. അപ്പം സംശയങ്ങൾ പെരുകും. പിന്നെ സംശയങ്ങൾ കുറഞ്ഞ് പിന്നെ സംശയങ്ങളെല്ലാം ഒടുങ്ങും. അങ്ങനെ സംശയരഹിതമായ അന്ധക്കരണം തത്വത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് നിധിധ്യാസം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ശ്രവണ മനന നിധിധ്യാസങ്ങളാകുന്ന സാധനാ പദ്ധതിയിലൂടെ ആത്മവിഷയകമായി സംശയങ്ങൾ നീങ്ങിയ അവസ്ഥയാണ് വാസ്തവത്തിൽ വൃത്തിജ്ഞാനം. ഞാൻ തന്നെ വേറെ പലതുമായിട്ട് എന്നെ ധരിച്ചിരുന്നു. 2 തലങ്ങളിൽ ശ്രദ്ധിക്കണേ. ഒന്ന് ലൗകികമായിട്ട് ഞാനാണ്, ഞാൻ പെണ്ണ്, ഞാൻ കറുത്തിട്ട്, ഞാൻ വെളുത്തിട്ട്, ഞാൻ തടിച്ചിട്ട്, ഞാൻ മെലിഞ്ഞിട്ട്, ഇങ്ങനെയൊക്കെ പലതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ സ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യാൻ വേണ്ടി വേദാന്ത ശാസ്ത്രത്തിലേക്ക് പോയപ്പോൾ ഞാൻ സത്യം, ഞാൻ ജ്ഞാനം, ഞാൻ ആനന്ദം ഇത്യാദിയൊക്കെ വന്നു. ഇപ്പോൾ അതൊക്കെ പോയി.
ഒക്കെ പോയി. ഇപ്പം എന്തായി? ഞാൻ 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 തന്നെ മതി. അത്രയേ ഉള്ളൂ. എത്ര പേർക്കത് വേണ്ടോണം ദഹിച്ചു എന്ന് അറിയില്ല. ഇരിക്കട്ടെ, ഇതിനെ പറഞ്ഞാൽ തന്നെ പറയാൻ പോകണ്ട, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ വിഷയജ്ഞാനത്തിന് വൃത്തിയെ പോലെ വൃത്യുദയം ആത്മജ്ഞാനത്തിനും വേണം. ഇതാദ്യം മനസ്സിലാക്കുക. ആ വൃത്യുദയമാണ് ശ്രവണ മനന നിധ്യാസ ലക്ഷണമായ സാധനയിലൂടെ മുഴുവൻ നേടാനുള്ളത്. പിന്നെന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അവിടെ സ്വപ്രകാശരൂപമായിരിക്കുന്ന തന്നെ പ്രകാശിപ്പിക്കാൻ ഇനി ഞാൻ വീണ്ടും പ്രവർത്തിക്കേണ്ട. അത് സ്വപ്രകാശരൂപമാണ്. ഈ വൃത്തിസ്ഥമായ അറിവാണ് അറിവ്. ഈ അറിവ് എപ്പോൾ പ്രകാശിക്കുന്നു അവിടെ പിന്നെ സംശയമുണ്ടോ? പിന്നെ സംശയമില്ല. അവിടെ തന്നിൽ നിന്ന് ഭിന്നമായി വിശ്വമുണ്ടോ? തന്നിൽ നിന്ന് ഭിന്നമായി വിശ്വമില്ല. വിശ്വമില്ല എന്ന് പറഞ്ഞേക്കരുതേ, തന്നിൽ നിന്ന് ഭിന്നമായി വിശ്വമില്ല. അപ്പൊ ഈ വിശ്വത്തെ മുഴുവൻ എടുത്തു കാണിച്ച അവിദ്യ ഉണ്ടോ? അവിദ്യയും ഇല്ല. 1000 വർഷമായിട്ട് ഒരു സ്ഥലത്ത് ഇരുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരാൾ പറയുകയാണ്, ആ മുറിയിൽ ഇരുട്ടുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? 1000 കൊല്ലമായി വാതിലും ജനവാതിലും അടച്ചിട്ട ഒരു മുറിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഗുഹയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ പറഞ്ഞു, ആ ഗുഹയിൽ ഇരുട്ടുണ്ട്. ശരിയാണ്, ആ വാക്ക് ശരിയാ, ഇരുട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നുണ്ടോ? എന്താ അഭിപ്രായം? അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ഗുഹയിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുപോയാൽ ആ ഇരുട്ട് വേറെ എവിടേക്കെങ്കിലും പോകേണ്ടതായിരുന്നു. അങ്ങനെ പോകണ്ടോ? ഇല്ല. മറിച്ച് ഞാൻ ആ ഗുഹയിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുപോകുന്ന മാത്രയിൽ പിന്നെ ഇരുട്ടില്ല. എവിടെ പോയി? ഈ ഗുഹയത്തെ ഇരുട്ട് മുഴുവൻ പുറത്ത് വേറെ ഏതോ ഗുഹയിൽ പോയോ? ഇല്ല. അപ്പൊ ഇരുട്ടുണ്ടായിരുന്നു ആദ്യം? പ്രകാശത്തിന്റെ അഭാവരൂപമാണ് ഇരുട്ടെങ്കിൽ അതിന് ഭാവരൂപതയുണ്ടോ? അതാണ് ചോദ്യം. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇരുട്ട് കണ്ടവരുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് വരെ ഇരുട്ട് കണ്ടവരുണ്ടോ? ഉണ്ട് സ്വാമി, ഞാൻ ഇരുട്ട് കണ്ടു. അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഇരുട്ടുണ്ട്. അത് പ്രകാശത്തിന്റെ അഭാവമാണ്. പ്രകാശത്തിന്റെ അഭാവരൂപമാണ്. അതിനെ കണ്ടു എന്ന് പറയാൻ പറ്റില്ല, കണ്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇരുട്ടിനെ കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇരുട്ടിനെ കണ്ടു പറഞ്ഞാലും വാസ്തവത്തിൽ വസ്തുക്കളെ കാണുന്നില്ല, വേർതിരിച്ച് കാണുന്നില്ല എന്നുള്ള ആ പ്രകാശത്തിന്റെ അഭാവത്തെ ഞാൻ ഉപചാരപൂർവ്വം പറയുന്ന വാക്കാണ്. അപ്പൊ അതിന് കുടികിടപ്പൊന്നുമില്ല. ഞാൻ 1000 കൊല്ലായിട്ടുള്ളതെന്നുള്ള കുടികിടപ്പൊന്നുമില്ല. അപ്പൊ തന്നെ പോയി. എങ്ങോട്ട് പോയി? എങ്ങോട്ടും പോയിട്ടില്ല. ഇല്ല, ഇരുട്ടില്ല. ഈ വൃത്തിഷ്ഠമായ അറിവ് പ്രകാശിച്ചാൽ അവിടെ അവിദ്യ ഇല്ല. അവിദ്യ ഹേതുവായിരിക്കുന്ന പ്രപഞ്ച പ്രതീതി ഇല്ല. ശരി, ഏതായാലും നല്ലോണം മനസ്സിലാക്കുക. വൃത്തിഷ്ഠമാം അറിവിൽ വിശ്വവുമില്ല, അതിൻ്റെ വിത്താം അവിദ്യയുമില്ല എന്ന് പറഞ്ഞത് നല്ലോണം മനനം ചെയ്യാം. നമുക്ക് നാളെ ഒന്നുകൂടി അത് പഠിക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.